നമുക്ക് ഈ ഡെമോ ക്ലാസ്സിൽ പഠിക്കേണ്ടത് GSTന്റെ ബേസ് ആണ്. ഓക്കെ, നമുക്ക് ഈ ബേസ് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അഡ്വാൻസ് ആയ കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഈ GSTയില് ആദ്യം പഠിക്കേണ്ടത് ഒരുപാട് ഫോംസ് ഉണ്ട് GST. അതായത് മന്ത്ലി ചെയ്യേണ്ട ഫോമായ GSTR 1, GSTR 2A, GSTR 3B, GSTR 9, GSTR 9C. ഈ 9C എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ആണ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എല്ലാവർക്കും GST ഫയൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്യാൻ സാധിക്കില്ല. ഒരു കാര്യം മാത്രം, അത് GSTR 9C ആണ്. GSTR 9C ചെയ്യാൻ അധികാരം അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, CA or CMA എന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ GSTR 9C എന്ന ഫോം ചെയ്യാൻ സാധിക്കൂ. 9C എന്താ? 9C എന്ന് പറഞ്ഞാൽ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ, ക്ലിയർ, ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് GSTR 9. ക്ലിയർ? GSTR 9 എല്ലാവരും ചെയ്യണം. GST രജിസ്ട്രേഷൻ എടുത്ത എല്ലാ ബിസിനസ്സുകാരും GSTR 9 ചെയ്യണം. വാർഷിക റിട്ടേൺ ഫോം ആണ്. അത് നമുക്ക് ചെയ്യാം. ആരുടെയും സഹായം ആവശ്യമില്ല. നമുക്കറിയാമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. GSTR 9 ചെയ്യാം. ഈ 2 കോടിക്ക് മേലെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ, നമ്മുടെ ബിസിനസിന്റെ ടേൺ ഓവർ 2 കോടിക്ക് മേലെ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും ആ ഫിനാൻഷ്യൽ ഇയറിൽ GSTR 9 ചെയ്ത ശേഷം എന്ത് ചെയ്യുക? GSTR 9C ചെയ്യണം. ക്ലിയർ? ആ 9C ചെയ്യേണ്ടത് CA or CMA ആയിരിക്കണം. ക്ലിയർ? 9C എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ആണ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് എല്ലാം എന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യും, വെരിഫൈ ചെയ്യും. ആര്? CA or CMA. ദെൻ ആ ഓഡിറ്റ് ചെയ്ത ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും ഓഡിറ്റഡ് P&L അക്കൗണ്ടും GSTR 9Cയിൽ അപ്ലോഡ് ചെയ്യണം. ക്ലിയർ? അതാണ് അതിന്റെ പ്രൊസീജിയർ. അത് 2 കോടിക്ക് മേലാണെങ്കിൽ മാത്രം നിർബന്ധമുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ, സോ നമുക്ക് അതൊക്കെ പഠിക്കേണ്ടതാണ്. നമ്മൾ ആ എല്ലാ ഫോംസും അതിനകത്ത് ഓരോ കോളംസും പഠിക്കും. ഇപ്പൊ GSTR 1 എന്ന് പറഞ്ഞാൽ സെയിൽസിന്റെ സ്റ്റേറ്റ്മെന്റാ മന്ത്ലി ചെയ്യേണ്ടത്. അതിനകത്ത് 19 ബോക്സ് ഉണ്ട്, നമ്മൾ പഠിക്കും. ഓക്കെ, അതുപോലെ മന്ത്ലി ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ട ഫോമാണ് GSTR 3B. ടാക്സ് അടയ്ക്കേണ്ട ഫോമാണ് 3B. 3Bയിൽ 5 ബോക്സ് ഉണ്ട്, അതെല്ലാം പഠിക്കും. ദെൻ മന്ത്ലി 1ഉം 3Bയും ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാരും എന്ത് ചെയ്യണം? എല്ലാ ബിസിനസ്സുകാരും, ടേൺ ഓവർ ലിമിറ്റ് ഇല്ല, എല്ലാവരും എന്ത് ചെയ്യണം? GSTR 9 ചെയ്യണം. ക്ലിയർ? ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ GSTR 9 എന്ന് പറയുന്ന വാർഷിക റിട്ടേൺ ഫോമിൽ അതിലും 19 ബോക്സ് ഉണ്ട്, 19 ബോക്സ്. ക്ലിയർ? അതേപോലെ മനസ്സിലായല്ലോ? ശരി, അപ്പൊ നമുക്ക് അതെല്ലാം പഠിക്കാം. അതിനു മുമ്പ് അതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ GSTന്റെ ബേസ് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, സോ GSTന്റെ ബേസ് എന്ന് പറയുമ്പോൾ GST അല്ലെ, നമുക്കറിയാം ടാക്സ്, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഉണ്ട്. ക്ലിയർ? ഡയറക്ട് ടാക്സ് മീൻസ് ഇൻകം ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് ആണ് GST. GST ഫുൾ ഫോം എന്താ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ക്ലിയർ? GST എന്ന് പറയുന്ന ഈ ഒരു ഇൻഡയറക്ട് ടാക്സ് നമ്മുടെ ഇന്ത്യയില് ഇംപ്ലിമെന്റ് ആയത് എന്നാ? നമുക്കറിയാമായിരിക്കും എന്നാണ് GST ഇംപ്ലിമെന്റ് ആയത് ഇന്ത്യയില്. 2017, 3 വർഷം മുമ്പ്, 3 years before. 2017 ജൂലൈ മാസം 1-ാം തീയതി, 2017 ജൂലൈ 1-നാണ് GST എന്ന് പറയുന്ന ഈ ഒരു ടാക്സ് നമ്മുടെ ഇന്ത്യയിലെ ഇംപ്ലിമെന്റ് ആയത്. ക്ലിയർ? ഇപ്പൊ കൃത്യം 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ആ ഒരു 3 വർഷത്തെ ജേണി, അതായത് 17 ജൂലൈ 1 മുതൽ ഈ ഒരു 3 വർഷം വരെ വളരെ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. ഫസ്റ്റ് എന്തായിരുന്നു GSTയുടെ പ്ലാനിങ്? ക്ലിയർ? അതല്ല ഇപ്പൊ നടക്കുന്നേ.
സോ ആദ്യം എന്തായിരുന്നു പ്ലാനിങ്, എന്തായിരുന്നു 17 ജൂലൈയിൽ ഇംപ്ലിമെന്റ് ആക്കിയത്, എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവസ്ഥ, നിലവിൽ എന്താ അവസ്ഥ, ഇനി വരാൻ വേണ്ടി പോകുന്ന അവസ്ഥ, ഒരുപാട് കാര്യം പറയാനുണ്ട്. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് കയറും മുമ്പ് ആദ്യം 17 ജൂലൈ 1 GST വന്നു, അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ക്ലിയർ? ജസ്റ്റ് പറഞ്ഞു പോയിട്ട് അതിലൂടെ വരാം ഇങ്ങോട്ടേക്ക്. ഓക്കെ, അതായത് ഞാൻ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്ന കാര്യം 17 ജൂലൈ 1 മുമ്പ് GST ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ. നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, നമ്മുടെ സ്വന്തം സ്ഥാപനം, ബിസിനസ് സ്ഥാപനത്തിൽ പ്രധാനമായിട്ട് നടക്കുന്ന ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ, ഈവന്റ്സ്, ബിസിനസ് ഈവന്റുകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, അല്ലെ? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു. അപ്പൊ ഗുഡ്സ് പർച്ചേസ് ആൻഡ് ഗുഡ്സ് സെയില് അത് നമുക്ക് ഒറ്റ ടേമിൽ പറയാം, അല്ലെ? എന്താ? ട്രേഡിംഗ്, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, കച്ചവടം. ക്ലിയർ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് മീൻസ് എന്താ? പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് ദെൻ സെയിൽ ടു കസ്റ്റമർ. നമുക്കറിയാം. ക്ലിയർ? ഓക്കെ. അതുപോലെ മറ്റെന്താ? ബിസിനസ് ഈവന്റ്, ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യും, അല്ലെ? നമ്മൾ ക്ലിയർ അല്ലേ? മെറ്റീരിയൽസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, അതും എന്താണ്? അതും ബിസിനസ്സിലെ ഒരു ഈവന്റ് ആണ്. അതും ബിസിനസ്സിലെ ഒരു ഈവന്റ് ആണ്. അതുപോലെ മറ്റെന്താ ഈവന്റ്? മറ്റെന്ത് ഈവന്റ് ഉള്ളേ? നമുക്കറിയാം, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെ? സർവീസ് കൺസേൺ. സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും എന്താണ്? അതും ഒരു ബിസിനസ്സിലെ ഈവന്റ് ആണ്. അതുപോലെ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ലെ? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രധാനമായിട്ട് നടക്കുന്ന ബിസിനസ്സിലെ ഈവന്റുകളാണ്. എന്നാൽ ഈ ബിസിനസ്സിലെ ഈവന്റുകളൊക്കെ, ഈ ബിസിനസ്സിലെ ഈ ഓരോ ഈവന്റുകളും, ഗുഡ്സിന്റെ ട്രേഡിങ്ങും ഗുഡ്സിന്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ സർവീസ് പ്രൊവൈഡിങ്ങും ഗുഡ്സ് ഇമ്പോർട്ടിങ്ങും ഇങ്ങനെയുള്ള എല്ലാ ബിസിനസ് ഈവന്റ് നടക്കുമ്പോഴും അതിനൊക്കെ എന്ത് വരും? അതിനെല്ലാം ടാക്സ് വരും. ക്ലിയർ? ഓരോ ബിസിനസ് ഈവന്റിനും ടാക്സ് ചാർജ് ചെയ്ത് നമ്മൾ അടയ്ക്കണം. ക്ലിയർ? ഈ ഓരോ ഈവന്റ് നടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക? ചാർജ് ചെയ്യുക. ആ ടാക്സ് നമ്മൾ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യണം. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ഈവന്റുകളെ മറ്റൊരു പേരിൽ വിളിക്കാം. ഈ ബിസിനസ് ഈവന്റുകളെ, ഇതെല്ലാം ടാക്സബിൾ ആയതുകൊണ്ട് ഈ ബിസിനസ് ഈവന്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു പേരിൽ വിളിക്കാം, ടാക്സബിൾ ഈവന്റ്. സോ ഈ പറഞ്ഞ ബിസിനസ് ഈവന്റുകളൊക്കെ എന്താണ്? ഇതെല്ലാം ടാക്സബിൾ ഈവന്റുകളാണ്. ക്ലിയർ? ഗുഡ്സിന്റെ ട്രേഡിംഗ്, ആ സമയത്ത് ടാക്സ് ചാർജ് ചെയ്യും, അതുകൊണ്ട് അതെന്താണ്? അതൊരു ടാക്സബിൾ ഈവന്റ് ആണ്. മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സ്, ആ സമയത്തും നമ്മൾ ടാക്സ് ചാർജ് ചെയ്യും, അതുകൊണ്ട് അതിനെ വിളിക്കാം ടാക്സബിൾ ഈവന്റ്. സർവീസ് പ്രൊവൈഡിങ്, അപ്പോഴും നമ്മൾ ടാക്സ് ചാർജ് ചെയ്യും, സോ ആ ഈവന്റിനെ വിളിക്കാം ടാക്സബിൾ ഈവന്റ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അപ്പോഴും നമ്മൾ ടാക്സ് ചാർജ് ചെയ്യും, സോ നമ്മൾ അതിനെ വിളിക്കും ടാക്സബിൾ ഈവന്റ്. ക്ലിയർ? എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ടത് ഏത് ടാക്സ്, അല്ലെ? ഏത് ടാക്സ്? ഈ ഓരോ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകൾ ഉണ്ടായിരുന്നു ബിസിനസ് സ്ഥാപനത്തിൽ. ഓരോ ടാക്സബിൾ ഈവന്റിനും ഓരോ വ്യത്യസ്തമായ ടാക്സ് ആയിരുന്നു. ക്ലിയർ? ഓരോ ടാക്സബിൾ ഈവന്റുകൾക്കും ഓരോ വ്യത്യസ്തമായ ടാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ടാക്സബിൾ ഈവന്റ് നടക്കുമ്പോൾ നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു VAT, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. ക്ലിയർ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ കച്ചവടം, അല്ലെ? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ദെൻ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, ആ സമയത്ത് നമ്മൾ ചാർജ് ചെയ്ത ടാക്സ് ആയിരുന്നു വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. ക്ലിയർ? അതുപോലെ അടുത്ത ഈവന്റ് ഏതാ? ടാക്സബിൾ ഈവന്റ് ഗുഡ്സിന്റെ മാനുഫാക്ചറിങ്, അല്ലെ? ഗുഡ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നു, ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ, ആ സമയത്ത് നമ്മൾ ചാർജ് ടാക്സ് ആയിരുന്നു, നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു എക്സൈസ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. ക്ലിയർ? സെൻട്രൽ എക്സൈസ് ടാക്സ് കൊടുത്തിരുന്നു.
അതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടാക്സബിൾ ഈവന്റ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു ഇത് സർവീസ് ടാക്സ്. ക്ലിയർ? സർവീസ് ടാക്സ്. മനസ്സിലായല്ലോ? അതുപോലെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു അല്ലെ? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സ് ആണ് ഇത് കസ്റ്റംസ് ഡ്യൂട്ടി. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് വാറ്റ്. സർവീസ് പ്രൊവൈഡിങ് സർവീസ് ടാക്സ്. ഗുഡ്സിന്റെ മാനുഫാക്ചറിങ് എക്സൈസ് ഡ്യൂട്ടി. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി. എന്ന് പറഞ്ഞാൽ 17 ജൂലൈ 1 മുമ്പ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റ് ഉണ്ടായിരുന്നു. ഓരോ ടാക്സബിൾ ഈവന്റുകൾക്കും ഓരോ വ്യത്യസ്തമായ ടാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? ആ ടാക്സബിൾ ഈവന്റും പറഞ്ഞു, ഓരോ ടാക്സബിൾ ഈവന്റ് നേരെ ഉണ്ടാവുന്ന ടാക്സും പറഞ്ഞു. ശരിയല്ലേ? ഓക്കെ. എന്നാൽ ഇതായിരുന്നു നമ്മുടെ 17 ജൂലൈ 1 മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ ഓരോ ബിസിനസ് സ്ഥാപനത്തിന്റെ അവസ്ഥ. ഒരുപാട് വ്യത്യസ്തമായ ടാക്സുകളും ഒരുപാട് വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളും. ക്ലിയർ? എന്നാൽ 17 ജൂലൈ 1 അന്ന് എന്ത് സംഭവിച്ചു? ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ വ്യത്യസ്തമായ എല്ലാ ടാക്സബിൾ ഈവന്റുകളും, ഞാൻ ഈ പറഞ്ഞ ടാക്സബിൾ ഈവന്റുകളില്ലേ, ട്രേഡിംഗ് ഗുഡ്സും സർവീസ് പ്രൊവൈഡിങ്, ഗുഡ്സിന്റെ മാനുഫാക്ചറിങ്, ഗുഡ്സ് ഇമ്പോർട്ടിങ്, ഇങ്ങനെയുള്ള എല്ലാ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളും ഒരൊറ്റ ഈവന്റായി മാറി. ക്ലിയർ? ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളും എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സബിൾ ഈവന്റ് എന്ന ഒരൊറ്റ പേരിൽ ഒതുങ്ങി. ഒരൊറ്റ ടാക്സബിൾ ഈവന്റായി മാറി. ആ ടാക്സബിൾ ഈവന്റിന്റെ പേരാണ് എന്ത്? സപ്ലൈ. SUPPLY. സപ്ലൈ. ക്ലിയർ? 17 ജൂലൈ 1 മുമ്പ് ഒരുപാട് വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റ് ഉണ്ടായിരുന്നു. എന്നാൽ 17 ജൂലൈ 1 ആയപ്പോ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളും ഒരൊറ്റ ടാക്സബിൾ ഈവന്റായി മാറി. പേരെന്താ? സപ്ലൈ. എന്ന് പറഞ്ഞാൽ സപ്ലൈ എന്ന ടേമിൽ ഒതുങ്ങി ഈ ടാക്സബിൾ ഈവന്റുകളൊക്കെ. സോ നമുക്ക് പറയാം 17 ജൂലൈ 1 മുതൽ നമുക്ക് പറയാം ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ദെൻ സെയിൽ ചെയ്തു. ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് സപ്ലൈ ആണ്. അതെന്താണ്? സപ്ലൈ ആണ്. അതുപോലെ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു, അതൊരു സപ്ലൈ ആണ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അതും ഒരു സപ്ലൈ ആണ്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതും ഒരു സപ്ലൈ ആണ്. അപ്പൊ സപ്ലൈ എന്നൊരൊറ്റ ടേമിൽ ഒതുങ്ങി ഈ പറയുന്ന എല്ലാ വ്യത്യസ്തമായി ഉണ്ടായിരുന്ന എല്ലാ ടാക്സബിൾ ഈവന്റുകളും സപ്ലൈ എന്ന ഒറ്റ ടേമിൽ ഒതുങ്ങി. സോ സപ്ലൈ ഈസ് ദ ടാക്സബിൾ ഈവന്റ് ഫ്രം 17 ജൂലൈ 1. അങ്ങനെയാണെങ്കിൽ 17 ജൂലൈ 1 അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ ടാക്സബിൾ ഈവന്റുകളും ഒരൊറ്റ പേരായി മാറി സപ്ലൈ എന്ന പേരിൽ ഒതുങ്ങിയെങ്കിൽ അന്ന് 17 ജൂലൈ 1 മുമ്പ് ഓരോ ടാക്സബിൾ ഈവന്റിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ആ വ്യത്യസ്തമായ ടാക്സുകൾ എവിടെ പോയി? വാറ്റും സർവീസ് ടാക്സും കസ്റ്റംസും എക്സൈസും അല്ലെ? അപ്പോ 17 ജൂലൈ 1 ആയപ്പോൾ ആ മുമ്പുണ്ടായിരുന്ന ആ വ്യത്യസ്തമായ എല്ലാ ടാക്സുകളും എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സ് ആയി മാറി. ക്ലിയർ? ഒരൊറ്റ ടാക്സ് ആയി മാറി. ആ ടാക്സിന്റെ പേരാണ് GST. ആ ടാക്സിന്റെ പേരാണ് GST. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ചുരുക്കി പറഞ്ഞാൽ 17 ജൂലൈ 1 ആയപ്പോൾ നമുക്ക് ഒരൊറ്റ ടാക്സബിൾ ഈവന്റേ ഉള്ളൂ. പേരെന്താ? സപ്ലൈ. അതിന്റെ അണ്ടറിൽ ഒരൊറ്റ ടാക്സേ ഉള്ളൂ. പേരെന്താ? GST. സപ്ലൈ നടന്നാൽ അവിടെ നമ്മൾ GST ചാർജ് ചെയ്യണം. ക്ലിയർ? സപ്ലൈ നടന്നാൽ GST ചാർജ് ചെയ്യണം. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പുണ്ടായിരുന്ന വ്യത്യസ്തമായ എല്ലാ ടാക്സബിൾ ഇവന്റുകളും അല്ലേ? അത് നടന്നാൽ GST ചാർജ് ചെയ്യുക. മനസ്സിലായല്ലോ? ഓക്കെ, ആ ലോജിക്ക് കേട്ടോ. അപ്പൊ നമുക്കിനി ഗുഡ്സിന്റെ മാനുഫാക്ചർ നടന്നാൽ എന്താണ് ചാർജ് ചെയ്യേണ്ടത്? അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം ടാക്സബിൾ ഇവന്റ് ഒക്കെ ഒറ്റ പേരായി മാറി സപ്ലൈ. സപ്ലൈ നടന്നാൽ GST എന്ത് ചെയ്യുക? ചാർജ് ചെയ്യുക.
സോ നമ്മൾ 17 ജൂലൈ 1 ആയപ്പോൾ വെറും 2 ടേമിലേക്ക് ഒതുങ്ങി, വെറും 2 പേരിലേക്ക് ഒതുങ്ങി അല്ലെ? ഏതൊക്കെയാ? സപ്ലൈ ദെൻ GST. മനസ്സിലായല്ലോ? സപ്ലൈ ദെൻ GST. സോ നമുക്ക് ഈ GSTന്റെ ബേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇതുവരെയും GSTന്റെ ബേസ് സ്റ്റാർട്ട് ആക്കിയിട്ടില്ല. GSTന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു 17 ജൂലൈ 1 മുതൽ, ഫ്രം ഈ 2 ടേബിളിൽ നിന്നും. ഏതൊക്കെയാ? സപ്ലൈ ദെൻ GST. ഓക്കെ, നമുക്ക് ഈ 2 ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ 2 ടേമാണ് GSTന്റെ ബേസ്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സപ്ലൈ നോക്കാം, രണ്ടാമത് GST, അതിനുശേഷം അവരുടെ ആപ്ലിക്കേഷൻ. ക്ലിയർ? അങ്ങനെ പോകാം. അപ്പോൾ നമുക്കൊരു കൃത്യമായ റൂട്ട് വരും അവിടെ. ഓക്കെ, സോ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആയി ഡിവൈഡ് ചെയ്യാം. 2 ടൈപ്പ് ഓഫ് സപ്ലൈ, 2 തരം സപ്ലൈ ഉണ്ട്. ഓക്കെ, 2 തരം സപ്ലൈ ഉണ്ട്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രാ, INTRA, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. INTRA, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിനകത്ത് നടക്കുന്ന സപ്ലൈ. സെല്ലറും ബയ്യറും കേരളയാണ്. സെല്ലറും ബയ്യറും വിതിൻ ദ സ്റ്റേറ്റ്. കേരളത്തിനകത്താണ് സെല്ലറും ബയ്യറും എങ്കിൽ ആ സപ്ലൈ വിളിക്കാം ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓർ ലോക്കൽ സപ്ലൈ. അങ്ങനെയും പറയാം, ലോക്കൽ സപ്ലൈ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓർ ലോക്കൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? അത് കേരളത്തിനകത്ത് മാത്രം നടക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ വിതിൻ ദ സ്റ്റേറ്റ്. മനസ്സിലായല്ലോ? സ്റ്റേറ്റ് വിട്ടു പോകത്തില്ല ആ സപ്ലൈ. ആ ലോജിക്ക് കേട്ടോ. രണ്ടാമത്തെ തരം എന്താ? രണ്ടാമത്തെ ടൈപ്പ് സപ്ലൈ ആണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. എന്താണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ എന്നല്ല ഇവിടെ മീൻ ചെയ്യേണ്ടത്. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ എന്നല്ല മീൻ ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക്, നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും പുറത്തേക്കുള്ള സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് കേരളം അല്ലെ? കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് സപ്ലൈ നടത്തിയാലും, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് സപ്ലൈ നടത്തിയാലും, അതായത് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സപ്ലൈ നടത്തിയാലും, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക്, അമേരിക്കയിലേക്ക് സെയിൽ നടത്തിയാലും, ക്ലിയർ? കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും അല്ലെ? അപ്പോ അതാ പറയുന്നേ, അതിനെ വിളിക്കാം ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ക്ലിയർ? സോ 2 സ്റ്റേറ്റുകൾ തമ്മിൽ സപ്ലൈ മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക്, അത് വേറെ സ്റ്റേറ്റിലേക്കുമാകാം, വേറെ കൺട്രിയിലേക്കുമാകാം. ക്ലിയർ അല്ലേ? സോ എക്സ്പോർട്ടിനെയും നമ്മൾ എന്താ വിളിക്കുന്നത്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്നാണ് GSTയിൽ മീൻ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ 2 തരം സപ്ലൈ ആണ്. ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, 2 ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഓക്കെ, സോ സപ്ലൈ. ഓക്കെ, അടുത്ത ടൈം ഏതാ? GST അല്ലേ? GST നമുക്ക് 3 ആയി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3 ടൈപ്പ് ഓഫ് GST നമുക്ക് 3 ആയി ഡിവൈഡ് ചെയ്യാം. ഒന്ന് CGST. CGST മീൻസ് സെൻട്രൽ GST. ഒന്ന് CGST മീൻസ് സെൻട്രൽ GST. 2 ESGST മീൻസ് സ്റ്റേറ്റ് GST. ക്ലിയർ? ESGST മീൻസ് സ്റ്റേറ്റ് GST. 3 IGST. IGST മീൻസ് ഇന്റഗ്രേറ്റഡ് GST. IGST മീൻസ് ഇന്റഗ്രേറ്റഡ് GST. സോ നമുക്ക് 3 ടൈപ്പ് GST ഉള്ളത്: CGST, SGST ആൻഡ് IGST. ക്ലിയർ?
സോ രണ്ടു തരം സപ്ലൈ, ഇൻട്രാസ്റ്റേറ്റ് ആൻഡ് ഇന്റർസ്റ്റേറ്റ്. 3 type of GST, CGST, SGST and IGST. ഓക്കെ, നമുക്ക് ഇനി പഠിക്കേണ്ടത് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സെല്ലർ അല്ലെ, സെല്ലർ എന്താ ചെയ്യുന്നത്? സെയിൽ ചെയ്യുമ്പോൾ അല്ലെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു മൊബൈൽ ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ് എങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ മൊബൈൽ എന്ത് ചെയ്യും? കസ്റ്റമർക്ക് സെയിൽ ചെയ്യും. ക്ലിയർ? അപ്പോ ഞാൻ മൊബൈൽ സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്തും കൂടെ മേടിക്കും? ചാർജ് ചെയ്യും, GST കൂടെ ചാർജ് ചെയ്യും അല്ലെ? ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ ഈ എന്റെ മൊബൈൽ ഫോണിന്റെ പ്രൈസ്, എന്റെ മൊബൈൽ ഫോണിന്റെ പ്രൈസ് എക്സാമ്പിൾ ഒരു 1000 രൂപ. ഓക്കെ, ഈ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന മൊബൈൽ ഫോണിന്റെ പ്രൈസ് എക്സാമ്പിൾ ഒരു 1000 രൂപ സങ്കല്പിക്കുക. ഓക്കെ, 1000 രൂപ ഞാൻ കസ്റ്റമറിന് സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ കൂടെ GST കൂടെ ആഡ് ചെയ്യത്തില്ലേ? GST കൂടെ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് GST റേറ്റ് 5 സങ്കല്പിക്കാം. 5 ആണ് GST റേറ്റ് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ 1000ന്റെ 5% എന്ത് ചെയ്യും? GST ചാർജ് ചെയ്യും. ശരിയല്ലേ? എത്രയാ? 50 രൂപ. അപ്പോ 1000 രൂപ മൊബൈലിന്റെ പ്രൈസ്, 50 രൂപ GST. ടോട്ടൽ പ്രൈസ് എത്രയാ? GST ഉൾപ്പെടെ 1050. ക്ലിയർ? ഞാനിപ്പോ ഈ പറയുന്ന എക്സാമ്പിൾ ഇൻട്രാസ്റ്റേറ്റ് ആണ്. മീൻസ് എന്താ? സെല്ലറായ ഞാനും ഞാൻ സെയിൽ ചെയ്യുന്ന കസ്റ്റമറും വിതിൻ ദ സ്റ്റേറ്റ് ആണ്, കേരളത്തിനകത്താണ് സങ്കല്പിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ ഈ 1050 രൂപയ്ക്ക് കസ്റ്റമർക്ക് ഈ മൊബൈൽ സെയിൽ ചെയ്തു, വിറ്റു. ദെൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1050 എന്ത് ചെയ്തു? കളക്ട് ചെയ്തു. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് 1050 കളക്ട് ചെയ്തു. ക്ലിയർ അല്ലേ? ഞാൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 1050 രൂപയും എന്റെ ഇൻകം ആണോ? എന്റെ സെയിൽ ഇൻകം ആണോ? അല്ല, അതിൽ 1000 രൂപ മാത്രമാണ് എന്റെ സെയിൽ ഇൻകം. ശരിയല്ലേ? 1000 രൂപ മാത്രമാണ് എന്റെ സെയിൽ ഇൻകം. ശരിയല്ലേ? 50 രൂപ എന്താണ്? GST അല്ലേ? ഞാൻ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST എന്റെ ഇൻകം ആണോ? അല്ല, ആ GST ഞാൻ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യേണ്ടതല്ലേ? ക്ലിയർ ആണ്. സെല്ലറായ ഞാൻ സെയിൽ ചെയ്തപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത GST ആണ് ഈ 50 രൂപ. ക്ലിയർ അല്ലേ? ഈ 50 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ ഗവൺമെന്റിന് കൊടുക്കാനുള്ള എന്റെ ലൈബിലിറ്റി ആണ്. ശരിയല്ലേ? ഓക്കെ, സോ ഈ 1050ൽ 1000 രൂപ എന്റെ സെയിൽ ഇൻകം, 50 രൂപ എന്ന് പറയുമ്പോൾ ലൈബിലിറ്റി ടു ഗവൺമെന്റ്, ഞാൻ ഗവൺമെന്റിന് കൊടുക്കാനുള്ള എന്റെ ലൈബിലിറ്റി ആണ്. ഞാൻ എന്ത് ചെയ്യണം? ആ സമയത്ത് അത് ഗവൺമെന്റിന് അടയ്ക്കണം, പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഞാൻ ഗവൺമെന്റിന് അത് കൊടുക്കണം, അത് എന്റെ ഉത്തരവാദിത്വമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, പക്ഷേ അവിടെ എനിക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. ഞാൻ സെയിൽ ചെയ്തപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് ആണ് ഈ 50 രൂപ അല്ലേ? ആണല്ലോ. ഈ 50 രൂപ ടാക്സ് ഞാൻ ഗവൺമെന്റിന് അടയ്ക്കേണ്ടതാണ്. അതിലും കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, പക്ഷെ കൺഫ്യൂഷൻ മീൻസ് ഈ 50 രൂപ ഞാൻ അടയ്ക്കേണ്ടത് ഏത് ഗവൺമെന്റിനാണ്? അങ്ങനെ ഡൗട്ട് വരാൻ കാര്യം, എന്റെ മുമ്പിൽ ഇവിടെ, ഞാൻ സെല്ലർ അല്ലേ, എന്റെ മുമ്പിൽ ഇവിടെ 2 ഗവൺമെന്റ് ഉണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റും 2 സ്റ്റേറ്റ് ഗവൺമെന്റും. സ്റ്റേറ്റ് ആരാ? കേരള ഗവൺമെന്റ്. ക്ലിയർ അല്ലേ? സോ എന്റെ മുമ്പിൽ 2 ഗവൺമെന്റ് ഉണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റും 2 സ്റ്റേറ്റ് ഗവൺമെന്റും. സോ ഞാൻ എന്താ ചെയ്യേണ്ടേ? GST റൂളിൽ പറയുന്ന കാര്യം, നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST എത്രയാണോ ആ GSTയിൽ 2ആയി ഡിവൈഡ് ചെയ്യുക, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? അതായത് ഈക്വൽ റവന്യൂ ആണ്.
ഗവൺമെന്റിന് പോവേണ്ടത്. സെൻട്രലിനും സ്റ്റേറ്റിനും ഒരുപോലെ ടാക്സ് റവന്യൂ പോകണം. സോ ഞാൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തത് 50 രൂപയല്ലേ, ആ 50 എന്ത് ചെയ്യുക, ഞാൻ അവിടെ വെച്ച് എന്ത് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക. 25, 25 അങ്ങനെ എന്ത് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? ദെൻ ഞാൻ എന്ത് ചെയ്യുക, ആ ടാക്സ് GST എമൗണ്ട് 2 ഡിവൈഡ് ചെയ്തു, 25 ദെൻ 25. സോ ആ 25 എന്ത് ചെയ്യുക, ഞാൻ കേന്ദ്രത്തിന് കൊടുക്കണം, സെൻട്രൽ ഗവൺമെന്റിന്. ക്ലിയർ? ബാക്കി 25 എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയ കേരള ഗവൺമെന്റിനും ഞാൻ കൊടുക്കണം. ക്ലിയർ? അതാണ് റൂള്. അപ്പൊ 2 ഗവൺമെന്റിനും ഈക്വൽ റവന്യൂ വന്നില്ലേ? 25 സെൻട്രലിനും വന്നു, 25 സ്റ്റേറ്റ് ഗവൺമെന്റിനും റവന്യൂ പോയി. ക്ലിയർ? അപ്പോ ഞാൻ എന്ത് പേരിൽ കൊടുക്കും, എന്ത് പേരിലാണ് കൊടുക്കേണ്ടത്? ഞാൻ ഈ 50 രൂപയിൽ അവിടെ വെച്ച് 2 ഡിവൈഡ് ചെയ്തു അല്ലെ. 25 കേന്ദ്രത്തിന് കൊടുക്കേണ്ട 25നെ വിളിക്കാം, സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാനുള്ള 25നെ ഇങ്ങനെ വിളിക്കാം, സെൻട്രൽ GST, CGST. ക്ലിയർ? ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാനുള്ള GST പോർഷൻ 25ന് വിളിക്കാം SGST, SGSTയും CGSTയും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുക, 2 ഡിവൈഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഞാൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, 2 ഡിവൈഡ് ചെയ്യുന്നു. 25 CGST എന്ന പേരിലും 25 SGST എന്ന പേരിലും. ദെൻ എന്ത് ചെയ്തു, അതാത് അക്കൗണ്ടിലേക്ക് അല്ലെ, സെൻട്രൽ ഗവൺമെന്റിലേക്ക് CGST എന്ന പേരിൽ 25 അടച്ചു, സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് 25 എന്ത് ചെയ്തു, SGST എന്ന പേരിൽ അടച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഇവിടെ പ്രോബ്ലം ഒന്നും ഇല്ല. ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത ഒരു കേസ്, ഇതേ എക്സാമ്പിൾ ഞാൻ സെയിൽ ചെയ്തു ഈ മൊബൈൽ ഫോൺ 1000 രൂപ, 50 രൂപ GST സെയിം. പക്ഷേ കസ്റ്റമർ കേരളത്തിലല്ല, കസ്റ്റമർ കർണാടകയിലാണ്. ക്ലിയർ? ഓക്കെ, കസ്റ്റമർ എവിടെയാ, കർണാടക സ്റ്റേറ്റ് ആണ്. സോ ഈ സപ്ലൈ നമുക്ക് എന്ത് വിളിക്കാം, ദിസ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ അല്ലെ. നമ്മുടെ സ്റ്റേറ്റിന് പുറത്തേക്ക് സപ്ലൈ പോയില്ലേ, സെയിൽ അല്ലേ. സോ സപ്ലയർ, സെല്ലറായ ഞാൻ കേരളത്തിലും ഞാൻ സെയിൽ ചെയ്ത കസ്റ്റമർ എവിടെയാ, കർണാടകയിലുമാണ്. ഓക്കെ, സോ കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തേ, ഈ 50 രൂപ GST കളക്ട് ചെയ്തേ. ക്ലിയർ അല്ലേ? GST ഇപ്പോ എവിടെ നിന്ന് കളക്ട് ചെയ്താലും അതിൽ ഹാഫ് സെൻട്രലിനും സ്റ്റേറ്റിനും പോകണം, അതിലൊരു മാറ്റവുമില്ല. ക്ലിയർ? പക്ഷേ അവിടെ ഞാൻ എന്ത് ചെയ്തു, ഈ 50 രൂപ കർണാടകയിലുള്ള കസ്റ്റമറിൽ നിന്ന് മേടിച്ചു, 25 സെൻട്രലിന് കൊടുക്കാം CGST, നോ പ്രോബ്ലം അല്ലേ. പക്ഷേ ബാക്കിയുള്ള 25 ഇല്ലേ, ആ SGST പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഡൗട്ട് വന്നു. എന്താ, ഏത് സ്റ്റേറ്റിലും കൊടുക്കും? കാരണം നേരത്തെ പ്രോബ്ലം ഇല്ല, സെല്ലറും ബയറും ഒരു സ്റ്റേറ്റ് അല്ലേ, കേരളത്തിലാണ്. സോ SGST പോർഷൻ പോവേണ്ടത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് പോവേണ്ടത്, ഒരു ഡൗട്ടും അവിടെ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് സംശയം വരും. കാര്യം എന്താ, ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ് ഉണ്ട്, കേരള സ്റ്റേറ്റും ഉണ്ട്, കർണാടക സ്റ്റേറ്റും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് നമ്മുടെ മുമ്പിൽ 2 സ്റ്റേറ്റ് ഉണ്ട്, കേരള സ്റ്റേറ്റും ഉണ്ട്, അതുപോലെ കർണാടക സ്റ്റേറ്റും ഉണ്ട്. സോ സംശയം വരും. പക്ഷേ GST റൂളിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ വന്നാൽ സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത്, ഒരു കൺഫ്യൂഷനും വേണ്ട, കൺസംപ്ഷൻ സ്റ്റേറ്റ്, കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് ആരാണോ ആ സ്റ്റേറ്റിനാണ് സ്റ്റേറ്റ് റവന്യൂ SGST പോകേണ്ടത്. ക്ലിയർ? ഇവിടെ ആരാണ് കൺസ്യൂം സ്റ്റേറ്റ്? കർണാടകയിലെ. കർണാടകയിലെ കസ്റ്റമർ കൺസ്യൂം ചെയ്യുന്നത്, നമ്മൾ ഒറിജിൻ സ്റ്റേറ്റ് അല്ലേ, സെല്ലർ അല്ലേ. സോ കർണാടക സ്റ്റേറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്. സോ ഇവിടെ ഞാൻ കർണാടക സ്റ്റേറ്റിൽ നിന്നും കർണാടക സ്റ്റേറ്റിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഈ 50 രൂപ എവിടേക്കാ പോവേണ്ടേ? 25 CGST എന്ന പേരിൽ കേന്ദ്രത്തിനും
25 SGST എന്ന പേരിൽ കർണാടകയ്ക്കാ കൊടുക്കേണ്ടത്, സ്റ്റേറ്റിന് അല്ലേ? ക്ലിയർ? ഓക്കെ. പക്ഷേ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ കേരളമല്ലേ കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്തേ ആണ്. അപ്പൊ ഈ കേരളമായ ഞാൻ ആ സ്റ്റേറ്റ് പോർഷൻ ഉണ്ടല്ലോ, SGST പോർഷൻ 25, ആ SGST പോർഷൻ 25 കർണാടക സ്റ്റേറ്റിന് കൃത്യമായിട്ട് ഞാൻ കൊടുക്കുമോ? ക്ലിയർ? കേരളത്തിലുള്ള സെല്ലറായ ഞാൻ ആ CGST പോർഷൻ 25 നോ ഡൗട്ട് അത് സെൻട്രലിന് കൊടുക്കാം. പക്ഷേ SGST ആയ 25 ഉണ്ടല്ലോ, ഞാൻ അത് കർണാടകയ്ക്ക് കൊടുക്കണ്ടേ? സ്റ്റേറ്റിന് കൊടുക്കണം. അവിടെ കർണാടക സ്റ്റേറ്റിന് ഞാൻ കൃത്യമായിട്ട് കൊടുക്കുമോ? ഇനി കൊടുക്കാതിരിക്കുമോ? ക്ലിയർ? അതിന്റെ പേരിൽ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ തർക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? കേരളയും കർണാടകയും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് കേന്ദ്രം പറഞ്ഞു എന്താണ്? എന്നോട് പറഞ്ഞു, ഞാനൊരു സെല്ലർ, കേരളം അല്ലെ, എന്നോട് പറഞ്ഞു കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപ ഉണ്ടല്ലോ, ഈ 50 രൂപ എന്ത് ചെയ്യണ്ട? അവിടെ വെച്ച് രണ്ടായി ഡിവൈഡ് ചെയ്യണ്ട. ക്ലിയർ? രണ്ടായി ഡിവൈഡ് ചെയ്യേണ്ട, CGSTയും SGSTയും ആയിട്ട് ഡിവൈഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കേന്ദ്രം എന്നോട് പറഞ്ഞു. ക്ലിയർ? എന്തുകൊണ്ട് പറയാൻ കാരണം ഞാൻ ആ SGST പോർഷൻ കർണാടക സ്റ്റേറ്റിന് കൊടുക്കുന്നതിൽ ചില ഡൗട്ട് കേന്ദ്രത്തിന്, അതുകൊണ്ടാണ് കേന്ദ്രം അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, കേരളമായി ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ ഈ 50 രൂപ GST എന്താ ചെയ്യേണ്ടേ? അപ്പോ കേന്ദ്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഈ 50 രൂപ GST മൊത്തമായിട്ട് കേന്ദ്രത്തിന് കൊടുക്കാൻ പറഞ്ഞു. ക്ലിയർ? ഈ 50 രൂപ GST എന്ത് ചെയ്യുക? കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഈ 50 രൂപ GST മൊത്തമായിട്ട് എന്ത് ചെയ്യുക? ഞാനത് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാൻ പറഞ്ഞു. ക്ലിയർ? അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ, അടുത്തെന്താ കൊടുത്തിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ കേന്ദ്രം പറഞ്ഞു, ആ 50 മൊത്തമായിട്ട് എനിക്ക് തരൂ, ഞാൻ എന്ത് ചെയ്തോളാം, അതിനകത്തുള്ള 25 ഞാൻ എടുത്തിട്ട് ബാക്കി 25 ഉണ്ടല്ലോ, ആ 25 എന്ത് ചെയ്യാം? കർണാടക സ്ഥിതി ഞാൻ കൊടുത്തോളാം എന്ന് കേന്ദ്രം പറഞ്ഞു. ക്ലിയർ? ഓക്കെ. സോ കേന്ദ്രം എന്ത് ചെയ്യും? ആ 25 കർണാടകയ്ക്ക് കൊടുത്തോളും, ഞാൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 50 രൂപ എന്ത് പേരിലാണ് സെൻട്രലിന് കൊടുക്കേണ്ടത്? സെൻട്രലിന് കൊടുക്കുന്നു കരുതിയിട്ട് CGST 50 രൂപ എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. CGST എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലിന്റെ ഷെയർ മാത്രം അല്ലെ, അത് 25 വരത്തുള്ളൂ. പക്ഷെ ഈ 50 രൂപ എന്ന് പറയുമ്പോൾ എന്താ? CGSTയും SGSTയും കൂടെ ചേർന്ന എമൗണ്ട് അല്ലേ? ഈ 50 രൂപ എന്ന് പറയുമ്പോൾ CGSTയും SGSTയും കൂടെ ചേർന്ന എമൗണ്ട് ആണ്. സോ ഈ 50 രൂപ മൊത്തമായിട്ട് കേന്ദ്രത്തിന് കൊടുക്കാൻ സമയത്ത് ഞാൻ എന്ത് പേരിട്ട് കൊടുക്കും? അപ്പോ കേന്ദ്രം പറഞ്ഞു, എന്തായാലും ഈ 50 രൂപ എന്ന് പറയുമ്പോൾ CGSTയും SGSTയും കൂടെ ചേർന്ന എമൗണ്ട് അല്ലേ? CGST 25, SGST 25 രണ്ടും കൂടെ ചേർന്ന എമൗണ്ട് അല്ലേ? രണ്ടും കൂടെ സംയോജിച്ച ഒരു എമൗണ്ട് അല്ലേ? രണ്ടും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു എമൗണ്ട് അല്ലേ? അതുകൊണ്ട് ഇന്റഗ്രേഷൻ ഓഫ് CGST പ്ലസ് SGST അല്ലേ? അതുകൊണ്ട് അതിന് എന്ത് ചെയ്യുക? IGST എന്ന പേരിട്ട് ഈ 50 രൂപയെ IGST, ഇന്റഗ്രേറ്റഡ് GST. ഇന്റഗ്രേറ്റഡ് GST മീൻസ് ഇന്റഗ്രേഷൻ ഓഫ് CGST പ്ലസ് SGST. ക്ലിയർ? IGST ഈസ് ഈക്വൽ ടു CGST പ്ലസ് SGST. സോ ഈ 50 രൂപ ഞാൻ എന്ത് ചെയ്യുക? IGST എന്ന പേരിട്ട് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. ആ സമയത്ത് സെൻട്രൽ എന്ത് ചെയ്യും? സെൻട്രൽ ആ കിട്ടിയ IGST 50 രൂപയിൽ നിന്നും തന്റെ പോർഷനായ CGST 25 ഇല്ലേ, ആ IGSTക്ക് അകത്തുള്ള CGST 25 കേന്ദ്രം അങ്ങ് എടുത്തോളൂ. ക്ലിയർ? ആ IGSTക്ക് അകത്തുള്ള CGST 25 കേന്ദ്രം അങ്ങ് എടുത്തോളൂ. ദെൻ ആ IGSTക്ക് അകത്ത് അവശേഷിക്കുന്ന SGST പോർഷൻ 25 ഇല്ലേ, ആ SGST പോർഷൻ എന്ത് ചെയ്യും? കേന്ദ്രം നോക്കും,
ശരിക്കും ഈ രണ്ട് സ്റ്റേറ്റിൽ ആരാണ് കൺസ്യൂം സ്റ്റേറ്റ്? നോക്കിയപ്പോ കർണാടകയാണ് കൺസ്യൂം സ്റ്റേറ്റ്. കേന്ദ്രം എന്ത് ചെയ്യും? കർണാടക സ്റ്റേറ്റിന് ആ IGST അകത്തുള്ള SGST പോർഷനായ 25 കേന്ദ്രം ഡയറക്റ്റ് കർണാടകയ്ക്ക് കൊടുത്തോളും. ക്ലിയർ? കേന്ദ്രം ഡയറക്റ്റ് കർണാടക സ്റ്റേറ്റിന് കൊടുത്തോളും. അത് മനസ്സിലായല്ലോ ആ ലോജിക്ക്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താ, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ, അല്ലെ, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ മീൻസ് വിതിൻ ദ സ്റ്റേറ്റ്, സെല്ലറും ബയറും കേരളത്തിലാണെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഇല്ല, അല്ലെ. കസ്റ്റമർ ചെയ്യുന്ന GST കളക്ട് ചെയ്യുന്നു, അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, CGSTയും SGSTയും ആക്കി മാറ്റുന്നു സെല്ലർ. ദെൻ CGST സെൻട്രലിന് കൊടുക്കുന്നു, SGST അവരിന് എടുക്കുന്നു കേരളം. ക്ലിയർ? എന്നാൽ ഇൻ ദ കേസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ ചെയ്യുന്ന കളക്ട് ടാക്സ് മൊത്തമായിട്ട് IGST എന്ന പേരിട്ട് സെൻട്രലിന് കൊടുക്കും. സെൻട്രൽ എന്ത് ചെയ്യും, ആ IGSTക്ക് അകത്തുള്ള CGST പോർഷൻ സെൻട്രൽ അങ്ങ് എടുക്കും. ദെൻ അതിനകത്തുള്ള SGST പോർഷൻ സെൻട്രൽ എന്ത് ചെയ്യും, കൺസ്യൂം സ്റ്റേറ്റ് ആയ കർണാടകയ്ക്ക് കൊടുത്തോളും. ക്ലിയർ അല്ലേ? ഇതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുമ്പോൾ. സോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വരുമ്പോൾ അവിടെ CGSTയും SGSTയും ചാർജ് ചെയ്യുന്നു. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ വരുമ്പോൾ അവിടെ IGSTയും ചാർജ് ചെയ്യുന്നു. ഇതാണ് ആപ്ലിക്കേഷൻ. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ CGSTയും SGSTയും, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ IGSTയും എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ. അപ്പോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്കിനി നോക്കേണ്ടത് രണ്ട് ടെക്നിക്കൽ ടേം ആണ്. ടെക്നിക്കൽ ടേം ആണ്, പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടേംസ് ആയിരിക്കും. എന്താ? ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും. ഓക്കെ, എന്താണ് ഔട്ട്പുട്ട് ടാക്സും എന്താണ് ഇൻപുട്ട് ടാക്സും? ഓക്കെ, അതായത് വേറൊന്നുമില്ല, നമ്മൾ സെയിൽ ചെയ്യുമല്ലോ, സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സ് ഇല്ലേ, ആസ് എ സെല്ലർ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ഉണ്ടല്ലോ. ഇവിടെ എത്രയാ? 50 രൂപ, അല്ലെ? ആ 50 രൂപയെ സെല്ലർ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ്. GSTയിൽ പറയുമ്പോൾ ഔട്ട്പുട്ട് GST. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എന്താ, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ സെല്ലർ അക്കൗണ്ട് ചെയ്യും എന്തൊക്കെയാ, ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും. ശരിയല്ലേ? ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ. ഇനി ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ സെല്ലർ അക്കൗണ്ട് ചെയ്യും എന്താ, ഔട്ട്പുട്ട് IGST, ഔട്ട്പുട്ട് IGST. ക്ലിയർ അല്ലേ? സോ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ഗവൺമെന്റിന് അടയ്ക്കേണ്ടതല്ലേ, ലയബിലിറ്റി അല്ലേ. സോ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലയബിലിറ്റി ടു ഗവൺമെന്റ്, അല്ലെ, സപ്ലയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ CGST ഔട്ട്പുട്ട്, SGST ഔട്ട്പുട്ട്. ഇൻ ദ കേസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ IGST ഔട്ട്പുട്ട്. ഇനി എന്താ ഇൻപുട്ട്? എന്താ ഇൻപുട്ട്? മീൻസ് പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ മതി, അല്ലെ, കസ്റ്റമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. കസ്റ്റമർ ഒരു സപ്ലയറിന്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ, അല്ലെ, ഉറപ്പായിട്ടും ആ സപ്ലയർ നമ്മുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യും. അത് സപ്ലയറിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് GST കൊടുക്കും. പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന GST വിളിക്കാം ഇൻപുട്ട്. ക്ലിയർ? ഇൻപുട്ട് GST. മനസ്സിലായല്ലോ? സോ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിലോ, കേരളത്തിനകത്തുള്ള ഒരു സപ്ലയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് നടത്തിയാൽ നമ്മൾ എന്ത് കൊടുക്കും, ഇൻപുട്ട് CGSTയും കൊടുക്കും, ഇൻപുട്ട് SGSTയും കൊടുക്കും, അല്ലെ. ഇനി ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിലോ, വേറെ സ്റ്റേറ്റിലുള്ള സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് നടത്തിയാലോ നമ്മൾ എന്ത് കൊടുക്കും, ഇൻപുട്ട് IGST കൊടുക്കും. മനസ്സിലായല്ലോ? സോ എന്താ പറയുന്നേ, ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ്
ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് IGST. ഓക്കെ, സോ നമുക്കിവിടെ ക്ലിയർ, ഔട്ട്പുട്ടും ഇൻപുട്ടും ക്ലിയർ അല്ലേ? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. GSTയിൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഒരുപാട് ടാക്സ് ലയബിലിറ്റി വരും നമുക്ക്. ക്ലിയർ, എല്ലാ ടാക്സ് ലയബിലിറ്റി എന്തല്ല, ഔട്ട്പുട്ട് ടാക്സ് ആയിരിക്കത്തില്ല. ഔട്ട്പുട്ട് ടാക്സ് മീൻസ് സെല്ലർ സെയിലിന് അഗേൻസ്റ്റ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിനെ മാത്രമേ ഔട്ട്പുട്ട് എന്ന് വിളിക്കത്തുള്ളൂ. ക്ലിയർ? ഓക്കെ, ശരി. അത് എടുത്തു പറയും, കാരണം ഒരുപാട് ടാക്സ് ലയബിലിറ്റി നമുക്ക് അങ്ങോട്ട് പഠിക്കാൻ പറ്റും. ആ സമയത്ത് കൺഫ്യൂഷൻ വരരുത്. ഔട്ട്പുട്ട് ടാക്സ് മീൻസ് ഇത് മാത്രമാണ്. ഇനി നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം, GST രജിസ്റ്റേർഡ് ആയ ബിസിനസ് സ്ഥാപനം ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടല്ലേ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നേ. അപ്പോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് കൊടുക്കുമല്ലോ സപ്ലയർക്ക്, അല്ലേ? സപ്ലയർക്ക് ഇൻപുട്ട് ടാക്സ് കൊടുക്കും. ആ ഇൻപുട്ട് ടാക്സ് ആ ബിസിനസ്സുകാരന് നഷ്ടപ്പെടില്ല. ക്ലിയർ? ആ ഇൻപുട്ട് ടാക്സ് ബിസിനസ്സുകാരന് നഷ്ടപ്പെടില്ല. അത് ക്ലെയിം ചെയ്യാം. ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. മൊബൈൽ ഷോപ്പിന് GST രജിസ്ട്രേഷൻ ഉണ്ട്. സോ ഞാൻ മൊബൈൽ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്ന് GST കളക്ട് ചെയ്യും, ഔട്ട്പുട്ട് GST. ഞാൻ മൊബൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് ഇൻപുട്ട് GST കൊടുക്കുമല്ലോ. അതെ, ആ ഇൻപുട്ട് GST എനിക്ക് നഷ്ടപ്പെടില്ല. ഇത് ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്യുക മീൻസ് എന്താ? അതായത് നമ്മൾ മൊബൈല് കസ്റ്റമറിന് സെയിൽ ചെയ്തു. ക്ലിയർ? മൊബൈൽ സെയിൽ നടത്തിയ ഇനത്തിൽ ആ ഒരു മാസം എനിക്ക് വന്ന ഔട്ട്പുട്ട് ടാക്സ് 1000 രൂപ സങ്കല്പിക്കുക. ആ ഒരു മാസം ഞാൻ മൊബൈൽ ഫോൺ കസ്റ്റമർക്ക് സെയിൽ നടത്തിയപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഔട്ട്പുട്ട് GST 1000 രൂപ, 1000. ഓക്കെ. അതേ മാസം ഞാൻ മൊബൈൽ പർച്ചേസ് നടത്തിയ ഇനത്തിൽ സപ്ലയറിന് കൊടുത്ത ഇൻപുട്ട് ടാക്സ് 800, 800. അപ്പൊ ഔട്ട്പുട്ട് GST 1000, ഇൻപുട്ട് GST 800. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത ഔട്ട്പുട്ട് GST ഞാൻ ഗവൺമെന്റിന് അടയ്ക്കണ്ടേ? അടയ്ക്കണം. പക്ഷേ അതെനിക്ക് അടയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഗവൺമെന്റ് പറയും, എന്താ, നീ പർച്ചേസ് നടത്തിയപ്പോൾ സപ്ലയറിന് കൊടുത്ത ഇൻപുട്ട് ഇല്ലേ 800, ആ 800 മൈനസ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് അടച്ചാൽ മതി. സോ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതായത് 1000 രൂപയിലെ ഔട്ട്പുട്ട് 1000ത്തിൽ നിന്നും ഇൻപുട്ടായ 800 മൈനസ് ചെയ്യുക. ബാക്കി വരുന്ന 200 രൂപ, 200, നമുക്ക് എന്ത് ചെയ്യണം? ആ മാസം ക്യാഷ് ആയിട്ട് അടച്ചാൽ മതി. ക്ലിയർ അല്ലേ? സോ നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ, ഫോർ എക്സാമ്പിൾ മൊബൈൽ ഷോപ്പിൽ മൊബൈൽ പർച്ചേസ് നടത്തിയ ഇൻപുട്ട് മാത്രമല്ല ക്ലെയിം കിട്ടുക. ആ എന്റെ മൊബൈൽ ഷോപ്പിൽ മൊബൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് കൊടുക്കും അല്ലെ സപ്ലയർക്ക്, ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അതിന് പുറമെ ഫോർ എക്സാമ്പിൾ എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാനൊരു AC ഫിറ്റ് ചെയ്തു, എയർ കണ്ടീഷണർ, ഒരു AC മേടിച്ചു. ആ AC മേടിച്ചത് അതും മേടിച്ചപ്പോ ഇൻപുട്ട് കൊടുത്തു അല്ലെ, ടാക്സ് കൊടുത്തു. ആ ഇൻപുട്ടിന് ക്ലെയിം കിട്ടും, നഷ്ടപ്പെടില്ല. ക്ലിയർ? അതുപോലെ എന്റെ മൊബൈൽ ഷോപ്പിൽ എനിക്ക് അക്കൗണ്ട്സ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, ഒരു ലാപ്ടോപ്പ് മേടിച്ചു, ഇൻപുട്ട് കൊടുത്തു. ആ ഇൻപുട്ട് നഷ്ടപ്പെടില്ല, അതും ക്ലെയിം ചെയ്യാം. ക്ലിയർ? അതുപോലെ തന്നെ ഞാൻ എന്റെ മൊബൈൽ ഷോപ്പിൽ ഒരു പ്രിന്റർ മേടിച്ചു, പ്രിന്റർ ക്ലെയിം ചെയ്യാം, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. മൊബൈൽ ഷോപ്പിൽ ഞാൻ വേറെന്താ, ഒരു മൊബൈല് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ചസിലേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വാഹനം മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. മൊബൈൽ ഫോണ് അവിടെ ഡിസ്പ്ലേ വെക്കാൻ വേണ്ടി ഞാൻ ഷെൽഫ് മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ക്ലിയർ? എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാൻ ഒരു A4 ബണ്ടിൽ പേപ്പർ മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഞാൻ എന്റെ മൊബൈൽ ഷോപ്പിൽ കസ്റ്റമേഴ്സിനെ കോളിംഗ് ചെയ്യാൻ വേണ്ടി ഒരു മൊബൈൽ വാങ്ങിച്ചു, ആ ഇൻപുട്ടും ക്ലെയിം ചെയ്യാം. ഞാൻ എന്റെ മൊബൈൽ ഷോപ്പിൽ ഒരു സ്റ്റേഷനറി ഐറ്റംസ് മേടിച്ചു, കാൽക്കുലേറ്റർ, പേന, പെൻ, പെൻസിൽ, സ്കെയിൽ, അതൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ക്ലിയർ? അപ്പോ ഓഫീസ് ബന്ധപ്പെട്ട എല്ലാത്തിന്റെ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം.
അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മേ ബി നമുക്ക് ഔട്ട്പുട്ടിനേക്കാളും അധികം ഇൻപുട്ട് വരാം. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ. സോ നമുക്ക് എന്തായാലും ഔട്ട്പുട്ടും ഇൻപുട്ടും, ഇപ്പോ 1000 രൂപ ഔട്ട്പുട്ട് ടാക്സ്, 800 രൂപ ഇൻപുട്ട് ടാക്സ് ആണെങ്കിൽ 1800 മൈനസ് ചെയ്യുക, ബാക്കി വരുന്ന 200 രൂപ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഗവൺമെന്റിന് അടച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, വളരെ സിമ്പിൾ ആണ് അല്ലെ? ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, ബാക്കി 200 അടച്ചാൽ മതി. പക്ഷേ അത്ര സിമ്പിൾ അല്ല. കാരണം നമുക്കിവിടെ ഒരൊറ്റ ഔട്ട്പുട്ടും ഒരൊറ്റ ഇൻപുട്ട് മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്കിവിടെ 3 ഔട്ട്പുട്ട് ടാക്സും 3 ഇൻപുട്ട് ടാക്സും വന്നൂടെ? വരാം അല്ലെ? വരും എന്നല്ല, വരാം. എങ്ങനെ? നമുക്ക് അല്ലെ, നമുക്ക് ഇൻട്രാസ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും വരും. ശരിയല്ലേ? ഇൻട്രാസ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും വരും, ഉറപ്പായിട്ടും വരും. ആ സമയത്ത് ഇന്റർസ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ IGST ഔട്ട്പുട്ട് വരും. ക്ലിയർ അല്ലേ? ഇന്റർസ്റ്റേറ്റ് സെയിൽ നടന്നാൽ IGST ഔട്ട്പുട്ട് വരും, നടന്നാൽ മാത്രം. നമുക്ക് ഇങ്ങനെ പറയാലോ അല്ലെ? ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇന്റർസ്റ്റേറ്റ് സെയിൽ നടന്നാൽ IGST ഔട്ട്പുട്ട് വരും, ഇന്റർ നടന്നാൽ CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ട് വരാം. അപ്പോ നമുക്ക് 3 ഔട്ട്പുട്ട് വരാം അല്ലെ? CGST ഔട്ട്പുട്ട്, SGST ഔട്ട്പുട്ട്, IGST ഔട്ട്പുട്ട് വരാം. അതുപോലെ ഇൻപുട്ട് വന്നൂടെ 3 എണ്ണം അല്ലെ? ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും വരാം അല്ലെ? ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ നമുക്ക് ഇൻപുട്ട് IGSTയും വരാം. സോ 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും നമുക്ക് ഒരു മാസം വരാം. ക്ലിയർ അല്ലേ? അങ്ങനെ ഒരു മാസം 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1000 മൈനസ് 800 അത്ര സിമ്പിൾ അല്ല. ക്ലിയർ അല്ലേ? പക്ഷെ ഈ 3 ഔട്ട്പുട്ടുകൾക്കും ഈ 3 ഇൻപുട്ടും എന്ത് ചെയ്യാം? ക്ലെയിം എടുക്കാം. ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, അതൊക്കെ ശരിയാണ്. 3 ഔട്ട്പുട്ടുകൾക്കും ഈ 3 ഇൻപുട്ട് എന്ത് ചെയ്യാം? ക്ലെയിം എടുക്കാം, മൈനസ് ചെയ്യാം. ബാക്കി വരുന്ന എമൗണ്ട് എന്ത് ചെയ്താൽ മതി? ബാക്കി വരുന്ന ഔട്ട്പുട്ട് പേയ്മെന്റ് നടത്തിയാൽ മതി. ഇൻ കേസ് ഈ 3 ഔട്ട്പുട്ടുകളും ഈ 3 ഇൻപുട്ട് ക്ലെയിം എടുക്കുമ്പോൾ 3 ഔട്ട്പുട്ട് 0 ആയി പോവുകയാണെങ്കിൽ ആ മാസം ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോ ഔട്ട്പുട്ടുകൾ 0 ആയി പോയാൽ പിന്നെ ക്യാഷ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ക്യാഷ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ? ഇനി ഇൻ കേസ് ഇൻപുട്ട് ക്ലെയിം എടുത്തു, ഔട്ട്പുട്ട് ഒക്കെ 0 ആയി, വീണ്ടും ഇൻപുട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത മാസത്തെ ഇൻപുട്ട് ആയിട്ട് അടുത്ത മാസം നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ക്ലിയർ? അടുത്ത മാസത്തെ ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ? സോ ഇൻപുട്ട് നഷ്ടപ്പെടില്ല. മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പൊ നമുക്ക് എന്താ പഠിക്കേണ്ടത്? അപ്പൊ ശരിക്കും ആ 3 ഔട്ട്പുട്ടും ഈ 3 ഇൻപുട്ട് ഉപയോഗിച്ച് എങ്ങനെ മൈനസ് ചെയ്യും അല്ലെ? ഈ 3 ഔട്ട്പുട്ടുകളെയും ഈ 3 ഇൻപുട്ട് ഉപയോഗിച്ച് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം? ക്ലിയർ? അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി, അതായത് ഈ 3 ഔട്ട്പുട്ടുകളെയും ഈ 3 ഇൻപുട്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ മൈനസ് ചെയ്യാം, എങ്ങനെ 3 ഇൻപുട്ടുകളെ ഉപയോഗിച്ച് 3 ഔട്ട്പുട്ടുകളെ എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം, അതിന് സിസ്റ്റമാറ്റിക് ആയ ഒരു റൂൾ പഠിക്കാനുണ്ട്. ക്ലിയർ? അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കൊരു റൂള് പഠിക്കാനുണ്ട്. ഓക്കെ, ആ റൂള് നിങ്ങൾ നോട്ട് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, ഔട്ട്പുട്ട് IGST. 3 ഇൻപുട്ട്, ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, ഇൻപുട്ട് IGST. ക്ലിയർ? ഇതിൽ നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഏത് ഔട്ട്പുട്ട്? അങ്ങനെ ഒന്നുണ്ട്. 3 ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടല്ലോ നമുക്ക്, CGST, SGST, IGST ഔട്ട്പുട്ട്. ഈ 3 ഔട്ട്പുട്ട് ടാക്സ് ഉള്ളതിൽ നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, അതായത് ഇൻപുട്ട് യൂസ് ചെയ്ത് കുറയ്ക്കേണ്ട ഔട്ട്പുട്ട് ആദ്യം ഏതാണ്? അതിനൊരു കൃത്യമായിട്ട് എന്തുണ്ട്? അതിനൊരു കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു റൂൾ ഉണ്ട്, ഒരു ഓർഡർ പഠിക്കാനുണ്ട്. ക്ലിയർ? സോ നോട്ട് യുവർ ബുക്കിൽ ഈ റൂള്, ഈ ഒരു സിസ്റ്റമാറ്റിക് റൂള് പറഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ചെയ്യാം. ഒരു 3 എക്സാമ്പിൾ ചെയ്യാനുണ്ട്.
അപ്പൊ അത് ക്ലിയർ ആകും. ഈ 3 ഔട്ട്പുട്ടിൽ നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGST ഔട്ട്പുട്ട് ആണ്. ക്ലിയർ? നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGST ഔട്ട്പുട്ട് ആണ്. ഈ IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഇൻപുട്ടില്ലേ ഇവിടെ? ആ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാൻ സാധിക്കും. ക്ലിയർ? 3 ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, 0 ആക്കാൻ വേണ്ടിയിട്ട് IGST ഇൻപുട്ടും യൂസ് ചെയ്യാം, CGST ഇൻപുട്ടും യൂസ് ചെയ്യാം, SGST ഇൻപുട്ടും യൂസ് ചെയ്യാം എന്നർത്ഥം. എന്നാൽ ആദ്യം ഏത് ഇൻപുട്ട് ക്ലെയിം എടുക്കാം, രണ്ടാമത് ഏത് ഇൻപുട്ട് ക്ലെയിം എടുക്കാം, മൂന്നാമത് ഏത് ഇൻപുട്ട് ക്ലെയിം എടുക്കാം, അതിനും ഒരു ഓർഡർ ഉണ്ട്. ക്ലിയർ? സോ ആദ്യം പറഞ്ഞു, ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ഏതാ? IGST ഔട്ട്പുട്ട്. ക്ലിയർ? IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. അതിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് ഏതാണ്? അത് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ടാണ്. ക്ലിയർ? IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ടാണ്. ക്ലിയർ? ഇനി ഈ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തു, IGST ഇൻപുട്ട് അതിലുണ്ടായിരുന്ന ഇൻപുട്ട് എമൗണ്ട് ക്ലെയിം എടുത്തു. ആ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ല. വീണ്ടും IGST ഔട്ട്പുട്ട് ലയബിലിറ്റി ഉണ്ട്. സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ ബാലൻസ് നിൽക്കുന്ന IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത് CGSTന്റെ ഇൻപുട്ട് ഇല്ലേ, CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ? CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ആദ്യം IGST ഇൻപുട്ട് ക്ലെയിം എടുത്തു, വീണ്ടും ലയബിലിറ്റി IGST ഉണ്ട്, തീർന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത് CGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. ക്ലിയർ? അപ്പോ ഈ 2 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവസാനം SGST ഇൻപുട്ടില്ലേ, SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ, SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. അവസാനം ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ല, വീണ്ടും ലയബിലിറ്റി ഉണ്ട് എങ്കിൽ നമുക്ക് ആ ലയബിലിറ്റി എമൗണ്ട് ആ മാസം ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. ക്ലിയർ? ഓക്കെ, 3 ഇൻപുട്ടും ഈ പറഞ്ഞ ഓർഡറിൽ ക്ലെയിം എടുത്തിട്ടും IGST വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റി എമൗണ്ട് ആ മാസം ക്യാഷ് ഉപയോഗിച്ച് അടയ്ക്കേണ്ടി വരും. ക്ലിയർ? ഓക്കെ, ശരി. അപ്പോ 3 ഔട്ട്പുട്ട് ഉള്ളതിൽ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് IGST ഔട്ട്പുട്ട് ആണ്. IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. അത് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ലെങ്കിൽ മാത്രം SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. എന്നിട്ടും IGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ലെങ്കിൽ മാത്രം അവസാനം എന്ത് ചെയ്യാം? SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ? 3 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ലയബിലിറ്റി വീണ്ടും 0 ആയിട്ടില്ല, വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ എമൗണ്ട് ആ മാസം ബൈ ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? ഇപ്പോ IGST ഔട്ട്പുട്ട് തീരുമാനമായല്ലോ അല്ലേ? സെറ്റ് ഓഫ് ആയല്ലോ. ക്ലിയർ? ഇനി റൂൾ പ്രകാരം രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി ഏതാണ്? രണ്ടാമത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി CGST ഔട്ട്പുട്ട് ആണ്. ക്ലിയർ? രണ്ടാമത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് CGST ഔട്ട്പുട്ട് ആണ്. CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് IGST പോലെ 3 ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി 2 ഇൻപുട്ട് മാത്രമേ
ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. ഓക്കെ, ആ രണ്ട് ഇൻപുട്ട് ഏതൊക്കെയാ? സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ടും IGST ഇൻപുട്ടും. ക്ലിയർ? SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അവകാശം CGST ഔട്ട്പുട്ടിനില്ല. CGST ഔട്ട്പുട്ടിന് SGSTന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. രണ്ട് ഇൻപുട്ടേ ക്ലെയിം ചെയ്യാൻ അവകാശമുള്ളൂ, CGST ഇൻപുട്ടും അല്ലെ IGST ഇൻപുട്ടും. അതിൽ ഏതാദ്യം അല്ലെ? അതിൽ ഏതാദ്യം? CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം എടുക്കേണ്ടത് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് അല്ല, പകരം IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? CGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? IGSTയിലെ ഇൻപുട്ട് 0 അല്ലെങ്കിൽ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും CGST ഔട്ട്പുട്ടിൽ വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, ചിലപ്പോ CGST ഔട്ട്പുട്ട് IGST ഇൻപുട്ടിൽ പോകുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവത്തില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇല്ലെങ്കിൽ സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം, ഇല്ലെങ്കിൽ മാത്രം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ CGST ഔട്ട്പുട്ട് ഈ രണ്ട് ഇൻപുട്ടും ഈ ക്രമത്തിൽ ക്ലെയിം എടുത്തു. ക്ലെയിം എടുത്തിട്ടും CGST ഔട്ട്പുട്ടിൽ വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വേറെ മാർഗമില്ല, ബൈ ക്യാഷ് പേയ്മെന്റ് ചെയ്യണം ആ മാസം. ക്ലിയർ അല്ലേ? സോ അവസാനം ലാസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി ഏതാണ്? SGST ഔട്ട്പുട്ട്. SGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാനും CGST ഔട്ട്പുട്ടിനെ പോലെയാണ്, രണ്ട് ഇൻപുട്ടേ ക്ലെയിം ചെയ്യാൻ അവകാശമുള്ളൂ. ക്ലിയർ? അത് സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ടും IGST ഇൻപുട്ടുമാണ്. എന്ന് പറഞ്ഞാൽ SGST ഔട്ട്പുട്ടിന് CGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. CGST ഔട്ട്പുട്ടിനും SGST ഔട്ട്പുട്ടിനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ലെയിം എടുക്കാൻ അവകാശമില്ല. ക്ലിയർ അല്ലേ? CGST ഔട്ട്പുട്ടിന് SGST ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ അവകാശമില്ല, SGST ഔട്ട്പുട്ടിന് CGST ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പോ അവസാന സെറ്റ് ഓഫ് ലയബിലിറ്റി ഏതാ? SGST ഔട്ട്പുട്ട്. ഏതൊക്കെ ക്ലെയിം എടുക്കാം? SGST ഇൻപുട്ടും IGST ഇൻപുട്ടും. അതിൽ ഏത് ആദ്യം? ഫസ്റ്റ് ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ട് ആണ്. SGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് IGST ഇൻപുട്ട് ആണ്. IGST ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും SGST ലയബിലിറ്റി വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? സ്വന്തം ഇൻപുട്ടായ SGST ഇൻപുട്ട് എന്ത് ചെയ്യാം? ക്ലെയിം എടുക്കാം. ക്ലിയർ? ഈ രണ്ട് ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും SGST ഔട്ട്പുട്ട് ലയബിലിറ്റി വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് ആ മാസം ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? അത് ആ മാസം ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്ക് ഇതിൽ കോമൺ ആയി കാര്യം എന്താ? ഈ മൂന്ന് ഔട്ട്പുട്ടുകൾക്കും ആദ്യം ക്ലെയിം ചെയ്യേണ്ട ഏത് ഇൻപുട്ടാ? IGST ഇൻപുട്ട് അല്ലേ? അല്ലേ? മൂന്ന് ഔട്ട്പുട്ടുകൾക്കും ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് ഏതാ? IGST ഇൻപുട്ട് ആണ്. ശരിയല്ലേ? ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും സ്ക്രീൻ കാണുന്നുണ്ട്? ഓക്കെ, നമ്മുടെ ബേസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ബിസിനസ് ഈവന്റ് ഇതൊക്കെ അല്ലേ? ട്രേഡിംഗ് ഗുഡ്സും സർവീസ് പ്രൊവൈഡിങ്ങും ഗുഡ്സിന്റെ മാനുഫാക്ചറിങ്ങും ഗുഡ്സിന്റെ ഇമ്പോർട്ടിങ്ങുമാണ് അല്ലെ? ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ടാക്സബിൾ ഈവന്റ് കൂടെയാണ് അല്ലെ? ഇതെല്ലാം ടാക്സബിൾ ഈവന്റ് ആണ്. മുമ്പത്തെ ടാക്സ് ഏതൊക്കെയാ? മുമ്പുണ്ട ടാക്സ് വാറ്റും സർവീസ് ടാക്സും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി.
അല്ലെ? ഏതൊക്കെയാ മുമ്പുണ്ടായിരുന്ന ടാക്സബിൾ ഇവന്റും ടാക്സും അല്ലെ? ട്രേഡിംഗ് ഗുഡ്സ് ആണെങ്കിൽ വാറ്റ്, സർവീസ് പ്രൊവൈഡിംഗ് ആണെങ്കിൽ സർവീസ് ടാക്സ്, മാനുഫാക്ചറിംഗ് ഗുഡ്സ് ആണെങ്കിൽ എക്സൈസ് ടാക്സ്, ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ആണെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെ? ടാക്സബിൾ ഇവന്റും ടാക്സ് സബ്സ്യൂം ചെയ്ത് അല്ലെ? ഏതൊക്കെയാ? സപ്ലൈ, ദെൻ GST പറഞ്ഞ കാര്യം അല്ലെ ഇതൊക്കെ? ഓക്കെ. സപ്ലൈ ടു ടൈപ്പ് അല്ലെ? ഏതൊക്കെയാ? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓർ ലോക്കൽ സപ്ലൈ വിതിൻ ദ സ്റ്റേറ്റ് അല്ലെ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ മീൻസ് എന്താ? ബിറ്റ്വീൻ, ഇത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ബിറ്റ്വീൻ സ്റ്റേറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്റ്റേറ്റിന് പുറത്തേക്ക് ആലോചിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ. GST 3 ടൈപ്പ് അല്ലെ? CGST, SGST, IGST. സെൻട്രൽ GST, സ്റ്റേറ്റ് GST, ഇന്റഗ്രേറ്റഡ് GST അല്ലെ? ആപ്ലിക്കേഷൻ ഓഫ് സപ്ലൈ വിത്ത് GST ഏതൊക്കെയാ? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ CGSTയും SGSTയും വരും. ക്ലിയർ അല്ലേ? ഇന്റർ ആകുമ്പോൾ അവിടെ IGST വരും. ക്ലിയർ? ടു ഇമ്പോർട്ടന്റ് ടേംസ് ഏതൊക്കെയാ? ഔട്ട്പുട്ടും ഇൻപുട്ട് അല്ലെ? ഔട്ട്പുട്ട് മീനിങ് എന്താ? ഔട്ട്പുട്ട് മീനിങ് സെല്ലർ കളക്ട് ടാക്സ് ഫ്രം കസ്റ്റമർ. ഇൻപുട്ട് മീൻസോ പർച്ചേസർ പെയ്ഡ് ടാക്സ് ടു സപ്ലയർ. ക്ലിയർ അല്ലേ? ആപ്ലിക്കേഷൻ എന്താ? ഇൻട്രാ സ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ. നമ്മൾ ഈ GSTയിലെ പർച്ചേസിന് ഇൻവേർഡ് സപ്ലൈ എന്നും സെയിൽസിന് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ റിട്ടേൺ ഫോംസിലൊക്കെ ഈ ടേംസ് ആണ് അവരെ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇൻട്രാ സ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ വരുമ്പോൾ എന്താ? ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ഇന്റർ സ്റ്റേറ്റ് ഇൻവേർഡ് സപ്ലൈ വരുമ്പോൾ ഇൻവേർഡ് ഇൻപുട്ട് IGST. ദെൻ ഇൻട്രാ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ വരുമ്പോൾ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. ദെൻ ഇന്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ വരുമ്പോൾ ഔട്ട്പുട്ട് IGST. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഔട്ട്പുട്ട് GST മീൻസ് എന്താ? ലയബിലിറ്റി ആണ്. ഇൻപുട്ട് എന്താ? അസറ്റ് ആണ് അല്ലെ? ഇൻപുട്ട് നമുക്ക് ക്ലെയിം എടുക്കേണ്ടതല്ലേ? സോ അസറ്റ് ആണ്, കിട്ടാനുള്ളതല്ലേ? വി ക്യാൻ സെറ്റ് ഓഫ് അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് GST നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാം. എക്സാമ്പിൾ എന്താ? 1000 രൂപ ഔട്ട്പുട്ട് GST, ഇൻപുട്ട് 800 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1000 നിന്ന് 800 മൈനസ് ചെയ്ത് ബാക്കി 200 രൂപ നമുക്ക് എന്ത് മതി? ടാക്സ് ലയബിലിറ്റി ബാക്കി വരത്തുള്ളൂ അടയ്ക്കാനായിട്ട്. ക്ലിയർ? ഓക്കെ. ഒരു മാസം, ഈ മന്ത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, മന്ത്ലി ആണ് GST അടയ്ക്കേണ്ടത്. സോ ഞാൻ മന്ത് പറയുന്നത് കേട്ടോ. ഒരു മാസമാകുമ്പോൾ എന്താ സ്റ്റാറ്റസ്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട 2 ആക്ടിവിറ്റി ഏതൊക്കെയാ? പർച്ചേസും സെയിൽസ് അല്ലെ? ഇൻവേർഡ് സപ്ലൈയും ഔട്ട്വേർഡ് സപ്ലൈയും. ദെൻ ഇൻട്രാ സ്റ്റേറ്റ് ആൻഡ് ഇന്റർ സ്റ്റേറ്റ് അല്ലെ? രണ്ടും വരാം. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയും വരാം, ഇൻട്രയും വരാം. 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരാം അല്ലെ? ഒരു മാസം 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരാം. ഇൻപുട്ട് ഏതൊക്കെയാ? CGST ഇൻപുട്ട്, SGST ഇൻപുട്ട്, IGST ഇൻപുട്ട്. ഔട്ട്പുട്ടോ CGST ഔട്ട്പുട്ട്, SGST ഔട്ട്പുട്ട്, IGST ഔട്ട്പുട്ട്. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ഔട്ട്പുട്ടുകൾക്കും ഈ 3 ഇൻപുട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. അതിനെന്തുണ്ട്? അതിന് സിസ്റ്റമാറ്റിക് ആയ ഒരു റൂൾ പഠിക്കാനുണ്ട്. ക്ലിയർ? സെറ്റ് ഓഫ് റൂൾ നോക്കിയേ. IGST ഔട്ട്പുട്ട് ക്യാൻ സെറ്റ് ഓഫ് ബൈ യൂസിങ് ഇൻപുട്ട് അല്ലെ? ഫസ്റ്റ് ഏത് ഇൻപുട്ടാ? IGST ഇൻപുട്ട്, ദെൻ CGST ഇൻപുട്ട്, ദെൻ SGST ഇൻപുട്ട്. ആർക്ക്? IGSTക്ക്. CGST ആണെങ്കിലോ? CGST ഔട്ട്പുട്ടിനാണെങ്കിൽ ആദ്യം ഏതാ? ഫസ്റ്റ് IGST ഇൻപുട്ട്, ദെൻ CGST ഇൻപുട്ട്. SGST ഔട്ട്പുട്ട് ആണെങ്കിലോ? SGST ഔട്ട്പുട്ട് ആദ്യം ഫസ്റ്റ് IGST ഇൻപുട്ട്, ദെൻ SGST ഇൻപുട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ സെറ്റ് ഓഫ് ബന്ധപ്പെട്ട് റൂൾ പഠിച്ചു. കുറച്ച് പോയിന്റ് വേറെ ഒന്നുമല്ല ഉണ്ടോ? എല്ലാ ഔട്ട്പുട്ടും അല്ലെ? എല്ലാ ഔട്ട്പുട്ടും 3 ഔട്ട്പുട്ടുകളും ആദ്യം യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഏതാ? IGST അല്ലേ? അല്ലെ? 3 ഔട്ട്പുട്ടുകളും ആദ്യം ക്ലെയിം ചെയ്യുന്ന ഇൻപുട്ട് IGST ഇൻപുട്ട്. ഒക്കെ മനസ്സിലായല്ലേ നമുക്ക് അറിയുന്നത്? ക്ലിയർ? ശരിയല്ലേ? അതെ. CGST ആൻഡ് SGST ഔട്ട്പുട്ട്, അതായത് നോക്കി നമ്മൾ പഠിച്ച കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, CGST ആൻഡ് SGST ഔട്ട്പുട്ട് അല്ലെ? Can take claim CGST and SGST input if they have IGST input balance. അതായത്
സി ജി എസ് ടിയും എസ് ടി എസിന്റെ ഓർഡർ എന്താ? ഇൻപുട്ട് ക്ലെയിം ചെയ്യാനായിട്ട് ആദ്യം ക്ലെയിം എടുക്കേണ്ട ഏതാ? ഐ ജി എസ് ടി ഇൻപുട്ട് അല്ലേ? ആണല്ലോ. ആദ്യം സി ജി എസ് ടി പറയാം. സി ജി എസ് ടി ഔട്ട്പുട്ട് ആദ്യം ക്ലെയിം ചെയ്യേണ്ടത് ഐ ജി എസ് ടി ഇൻപുട്ട് അല്ലേ? ആണ്. രണ്ടാമതല്ലേ സ്വന്തം ഇൻപുട്ട് ക്ലെയിം ചെയ്യേണ്ടത്? അതെ. അവിടെ സി ജി എസ് ടി ഔട്ട്പുട്ട് ഒരു ലോക്കാണ്. അതായത് ഐ ജി എസ് ടിയിൽ ഇൻപുട്ട് നിൽക്കുമ്പോൾ അത് അതെടുത്ത് ഐ ജി എസ് ടി ഇൻപുട്ട് 0 ആകാതെ സ്വന്തം ഇൻപുട്ട് തൊടാൻ പോലും അവകാശമില്ല. ക്ലിയർ? സി ജി എസ് ടി ഔട്ട്പുട്ടിനും എസ് ടി എസ് ടി ഔട്ട്പുട്ടിനും അവർക്ക് സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ വേണ്ടി പോകണമെങ്കിൽ ഐ ജി എസ് ടി ഇൻപുട്ട് 0 ആകണം. ഐ ജി എസ് ടിയിൽ ഇൻപുട്ട് നിൽക്കുമ്പോൾ സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ അവർക്ക് രണ്ടുപേർക്ക് അവകാശമില്ല. ആർക്ക്? സി ജി എസ് ടി ഔട്ട്പുട്ടിനും എസ് ടി എസ് ടി ഔട്ട്പുട്ടിനും. മനസ്സിലായല്ലോ? അവർ അവിടെ ലോക്കാണ് അവര്. കേട്ടോ? ക്ലിയർ അല്ലേ? സ്വന്തം ഇൻപുട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ ഐ ജി എസ് ടി ഇൻപുട്ട് 0 ആകണം. മനസ്സിലായല്ലോ? അപ്പോ വേറെ പോയിന്റ് അവിടെ ആഡ് ചെയ്യണം. ഐ ജി എസ് ടിയിൽ ഇൻപുട്ട് എപ്പോ 0 ആകും? ഐ ജി എസ് ടിയിൽ ഇൻപുട്ട് എപ്പോ 0 ആകും ആ നിമിഷം സി ജി എസ് ടി ഔട്ട്പുട്ടും എസ് ടി എസ് ടി ഔട്ട്പുട്ടും അവരുടെ സ്വന്തം ഇൻപുട്ട് അവരങ്ങ് എടുക്കും. ക്ലിയർ? ഓക്കെ. ഇൻ കേസ് ചിന്തിച്ചു നോക്കിയേ, ഈ ഐ ജി എസ് ടി ഔട്ട്പുട്ടില്ലേ, ഐ ജി എസ് ടി ഔട്ട്പുട്ട് ഐ ജി എസ് ടി ഇൻപുട്ട് ക്ലെയിം എടുത്തു. ഓക്കെ. ഐ ജി എസ് ടി ഔട്ട്പുട്ട് ഐ ജി എസ് ടി ഇൻപുട്ട് ക്ലെയിം എടുത്തു. ക്ലെയിം എടുത്തപ്പോ ഐ ജി എസ് ഇൻപുട്ട് എന്തായി മാറി? 0 അല്ലെ? ഐ ജി എസ് ഇൻപുട്ട് 0 ആയി മാറി. ക്ലിയർ? ഐ ജി എസ് ടി ഇൻപുട്ട് 0 ആയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അപ്പൊ ഐ ജി എസ് ടി ഇൻപുട്ട് 0 ആയിട്ടും ഐ ജി എസ് ടി ഔട്ട്പുട്ട് ലയബിലിറ്റി വീണ്ടും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും? ഈ ഐ ജി എസ് ടി ഔട്ട്പുട്ട് നേരെ സി ജി എസ് ടിന്റെ ഇൻപുട്ടും എസ് ടി എസ് ടി ഇൻപുട്ടും ക്ലെയിം എടുക്കാൻ വരത്തില്ലേ? ക്ലെയിം എടുക്കാൻ വരും. ശരിയല്ലേ? അതെ. അപ്പോ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ഐ ജി എസ് ടി ഔട്ട്പുട്ട് സി ജി എസ് ടിന്റെയും എസ് ടി എസ് ടിന്റെയും ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവിടെ സി ജി എസ് ടി ഔട്ട്പുട്ടും എസ് ടി എസ് ടി ഔട്ട്പുട്ടും അവർക്ക് ആവശ്യമുള്ള ഇൻപുട്ട് എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഐ ജി എസ് ടി ഔട്ട്പുട്ടിന് കിട്ടത്തുള്ളൂ. ശരിയല്ലേ? കാര്യം എന്താ? ഐ ജി എസ് ടി ഇൻപുട്ട് 0 ആയോണ്ടല്ലേ ഐ ജി എസ് ടി ഔട്ട്പുട്ട് ഇങ്ങോട്ട് വരുന്ന ക്ലെയിം എടുക്കാൻ. ഐ ജി എസ് ടി ഇൻപുട്ട് 0 ആകുന്ന നിമിഷം സി ജി എസ് ടി ഔട്ട്പുട്ടും എസ് ടി എസ് ടി ഔട്ട്പുട്ടും അവരുടെ സ്വന്തം ഇൻപുട്ടിൽ നിന്നും ആവശ്യമുള്ളത് അങ്ങ് എടുക്കുമല്ലോ? എടുക്കും. ക്ലിയർ അല്ലേ? സോ ഐ ജി എസ് ടി ഔട്ട്പുട്ട് സി ജി എസ് ടി ഇൻപുട്ടിലോ എസ് ടി എസ് ടി ഇൻപുട്ടിലോ ക്ലെയിം എടുക്കാൻ വരുമ്പോൾ സി ജി എസ് ടി ഔട്ട്പുട്ടിനും എസ് ടി എസ് ടി ഔട്ട്പുട്ടിനും ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ സാധിക്കൂ ഐ ജി എസ് ടി ഔട്ട്പുട്ടിന്. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ കുറച്ചും കൂടെ. ഓക്കെ. ഒരു എക്സാമ്പിളിലേക്ക് പോകാം. നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ബുക്കിൽ നോട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് ബുക്കിൽ നോട്ട് ചെയ്യുക. ഒരു മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ സ്റ്റാറ്റസാ പറയുന്നത്. ഒരു മാസത്തെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ സ്റ്റാറ്റസ് പറയുന്നു. ഒരു മാസം നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഈ മാസം ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസും ഇന്റർ പർച്ചേസും നടന്നു. സോ നമുക്ക് 3 ഇൻപുട്ടും ഉണ്ട്. അതുപോലെ നമുക്ക് ഈ മാസം ഔട്ട്പുട്ട് ഇന്റർ സെയിലും ഇൻട്രാ സെയിലും നടന്നു. സോ നമുക്ക് 3 ഔട്ട്പുട്ടും ഉണ്ട് സങ്കല്പിക്കുക. ക്ലിയർ? സോ 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഉണ്ട്. കാണുന്നുണ്ടല്ലേ ഇവിടെ? നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്യുക. സെൽഫായിട്ട് എന്ത് ചെയ്യുക? സെറ്റ് ഓഫ് ചെയ്യാം നമുക്ക്. ക്ലിയർ? ബുക്കിൽ ലെഫ്റ്റ് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് എന്ന് എഴുതുക. റൈറ്റ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എഴുതിക്കോ. ഐ ജി എസ് ടി ഔട്ട്പുട്ട് 1000, സി ജി എസ് ടി ഔട്ട്പുട്ട് 500, എസ് ടി എസ് ടി ഔട്ട്പുട്ടും 500. ഇൻപുട്ട് നോക്കിയേ. ഐ ജി എസ് ടി ഇൻപുട്ട് 1000, സി ജി എസ് ടി ഇൻപുട്ട് 400, എസ് ടി എസ് ടി ഇൻപുട്ട് 400. ഇതാണ് നമ്മുടെ ഈ ഒരു മാസത്തെ സ്റ്റാറ്റസ്. സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം? നമുക്കറിയാം റൂള് പ്രകാരം നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ഏതാ? ഐ ജി എസ് ടി ഔട്ട്പുട്ട് അല്ലേ? ഐ ജി എസ് ടി ഔട്ട്പുട്ട് ആണ്. നിങ്ങൾ ബുക്കിൽ ചെയ്തോ കേട്ടോ. ബുക്കിൽ ചെയ്തോ. ഐ ജി എസ് ടി ഔട്ട്പുട്ട് ഇവിടെ എത്രയുണ്ട്? 1000 രൂപയുണ്ട് അല്ലെ ഔട്ട്പുട്ട്? ശരിയല്ലേ?
IGST ഔട്ട്പുട്ട് ഇവിടെ 1000 ഉണ്ട്. ഓക്കെ, അതാണ് ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. സോ IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാമല്ലോ. എടുക്കാം. ആദ്യം ക്ലെയിം ചെയ്യേണ്ട ഇൻപുട്ട് ഏതാ? IGST ഇൻപുട്ട് അല്ലേ? ആണല്ലോ. സോ ഇവിടെ IGST ഇൻപുട്ട് എത്രയുണ്ട്? IGST ഇൻപുട്ടും 1000 രൂപയുണ്ട്. IGST ഔട്ട്പുട്ട് 1000 ഉണ്ട്. IGST ഇൻപുട്ടും എത്രയുണ്ട്? 1000 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? IGST ഔട്ട്പുട്ടിന് ആ IGST ഇൻപുട്ടിലെ 1000 മൊത്തം ക്ലെയിം എടുത്തൂടെ? 1000 ആവശ്യമുണ്ടല്ലോ അല്ലെ? IGST ഔട്ട്പുട്ടിൽ എത്രയുണ്ട്? 1000 ലൈബിലിറ്റി ഉണ്ട്. സോ ആ IGST ഇൻപുട്ടിൽ 1000 മൊത്തം ഇൻപുട്ട് ആർക്ക് ആവശ്യമുണ്ട്? IGST ഔട്ട്പുട്ടിന് ആവശ്യമുണ്ട്. അത് മൊത്തം ക്ലെയിം എടുക്കാം. അത് മൊത്തം ക്ലെയിം എടുത്ത് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അവിടുത്തെ IGST ഔട്ട്പുട്ടും 0 ആകും, IGST ഇൻപുട്ടും 0 ആകും. ശരിയല്ലേ? IGST ഔട്ട്പുട്ടും 0 ആയി, IGST ഇൻപുട്ടും 0 ആയി. ക്ലിയർ? ഓക്കെ, അപ്പൊ IGST തീരുമാനമായില്ലേ അല്ലെ? IGST ഔട്ട്പുട്ടും തീരുമാനമായി, IGST ഇൻപുട്ടും തീരുമാനമായി, 0 ആയി. രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്യേണ്ട ലൈബിലിറ്റി ഏതാ? CGST അല്ലേ? CGST ഔട്ട്പുട്ട് എത്രയുണ്ട്? 500 ഉണ്ട് അല്ലെ? CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യേണ്ട റൂൾ എന്താ? ആദ്യം ക്ലെയിം എടുക്കേണ്ടത് എവിടെന്നാ? IGST ഇൻപുട്ട് അല്ലേ? രണ്ടാമതല്ലേ സ്വന്തം ഇൻപുട്ടായ CGST ക്ലെയിം ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ IGST ഇൻപുട്ടിൽ പോകുമ്പോ IGST ഇൻപുട്ടിൽ ഉണ്ടോ ഇൻപുട്ട്? ഒന്നുമില്ല അല്ലെ? ആകപ്പാടെ ഒരു 1000 രൂപ IGST ഇൻപുട്ട് ഉണ്ടായിരുന്നു. അത് ആരെടുത്തു? അത് മൊത്തമായിട്ട് IGST ഔട്ട്പുട്ട് അവരങ്ങ് എടുത്തു. ഇനി ഉണ്ടോ വല്ല ഇൻപുട്ടും? ഇനി ഇൻപുട്ട് ഒന്നും അവിടെ ഇല്ല. ശരിയല്ലേ? IGST ഇൻപുട്ട് 0 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് CGST ഔട്ട്പുട്ടിന് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ട് 400 ക്ലെയിം എടുക്കാം അല്ലേ? ചെയ്യാലോ. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? CGST ഔട്ട്പുട്ട് 500, 400 ക്ലെയിം എടുത്തു. ബാക്കി എത്ര ഔട്ട്പുട്ട് ഉണ്ട്? ബാക്കി 100 രൂപ CGST ഔട്ട്പുട്ട് ലൈബിലിറ്റി അവിടെ ഉണ്ട് അല്ലേ? CGST ഇൻപുട്ടിൽ 400 മൊത്തം ക്ലെയിം എടുത്തില്ലേ? സോ CGST ഇൻപുട്ട് എന്തായി മാറി? 0. ക്ലിയർ അല്ലേ? CGST ഇൻപുട്ട് എന്തായി മാറി? 0 ആയി മാറി. ക്ലിയർ? ഓക്കെ, CGST ഇൻപുട്ട് 0 ആയി മാറി. CGST ഔട്ട്പുട്ട് ബാക്കി എത്രയുണ്ട് ലൈബിലിറ്റി? 100 രൂപ ലൈബിലിറ്റി ഉണ്ട് അല്ലേ? CGST ഔട്ട്പുട്ട് അത് ക്ലെയിം ചെയ്യാൻ വേറെ ഇൻപുട്ട് വല്ലതും ഉണ്ടോ? CGST ഔട്ട്പുട്ടിന് SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കോ? സാധിക്കില്ല. ശരിയല്ലേ? ഓക്കെ, സോ അതുകൊണ്ട് ഈ മാസം ആ ബാലൻസ് വന്ന CGST ഔട്ട്പുട്ട് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ആ 100 രൂപ കേട്ടോ. ക്ലിയർ അല്ലേ? ആ 100 രൂപ CGST ഔട്ട്പുട്ട് ക്യാഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യണം ആ മാസം. ക്ലിയർ? ദെൻ ലാസ്റ്റ് SGST ഔട്ട്പുട്ട് അല്ലേ? SGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാനും ആദ്യം എവിടുന്ന ക്ലെയിം എടുക്കേണ്ടത്? IGST ഇൻപുട്ട് അല്ലേ? ആണ്. IGST ഇൻപുട്ട് വല്ലതും ഉണ്ടോ അവിടെ? ഇല്ല. ഉണ്ടായിരുന്ന 1000 രൂപ ആരെടുത്തു നേരത്തെ? IGST ഔട്ട്പുട്ട് എടുത്തിരുന്നു അല്ലേ? സോ IGST ഇൻപുട്ട് എന്താണ്? 0 ആണ്. സോ എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് SGST ഔട്ട്പുട്ടിന് സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാം. സോ SGST ഔട്ട്പുട്ട് 500 ഉണ്ട്, SGST ഇൻപുട്ട് 400 ഉണ്ട്. ആ 400 ക്ലെയിം എടുക്കാമല്ലോ. എടുത്തു. അപ്പോ SGST ഔട്ട്പുട്ട് എന്തായി മാറി? ബാക്കി 100 രൂപയുണ്ട്. SGST ഇൻപുട്ട് ആണെങ്കിലോ 400 മൊത്തം 0 ആയില്ലേ? 0. ക്ലിയർ അല്ലേ? സോ ഇവിടെ SGST ബാലൻസ് വന്ന 100 രൂപ ഔട്ട്പുട്ട് ഇല്ലേ? ആ 100 രൂപ ഔട്ട്പുട്ട് ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ആ മാസം ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 3 ഇൻപുട്ടും 0 ആയില്ലേ? 3 ഇൻപുട്ടും 0 ആയി. ശരിയല്ലേ? ഔട്ട്പുട്ട് ആണെങ്കിലോ IGST ഔട്ട്പുട്ട് 0 ആയി. CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും 100 രൂപ വീതം ബാലൻസ് ഉണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? CGST ഔട്ട്പുട്ടും SGST ഔട്ട്പുട്ടും 100 രൂപ വീതം ബാലൻസ് ഉണ്ട്. അത് ആ മാസം എന്ത് ചെയ്യുക? അതാത് രീതിയിൽ അത് പേയ്മെന്റ് ചെയ്യുക ക്യാഷ് ആയിട്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യുക ആ മാസം. ക്ലിയർ അല്ലേ? ലോജിക് കേട്ടോ. ഓക്കെ,
ശരി, അടുത്ത എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ 2, സെയിം ഫിഗർ കേട്ടോ. പ്രത്യേകിച്ച് മാറ്റം മീൻസ് ഇതാ IGST ഇൻപുട്ടിൽ ഞാൻ എന്ത് ചെയ്തു, 1000 മാറ്റി 800 ആക്കി. ക്ലിയർ? IGST ഇൻപുട്ടില് ഞാൻ എന്ത് ചെയ്തു, 1000 മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഞാൻ അവിടെ 800 ആക്കി മാറ്റി. ക്ലിയർ? IGST ഇൻപുട്ട് ഞാൻ 1000 മാറ്റി എന്ത് ചെയ്തു, 800 ആക്കി മാറ്റി. ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കിയെല്ലാം സെയിം അല്ലേ? IGST ഇൻപുട്ട് 1000, CGST ഇൻപുട്ട് 500, STST ഇൻപുട്ടും 500. IGST ഔട്ട്പുട്ട് 1000, CGST ഔട്ട്പുട്ട് 500, STST ഔട്ട്പുട്ടും 500. ഇൻപുട്ടോ IGST ഇൻപുട്ട് 800, CGST ഇൻപുട്ട് 400, STST ഇൻപുട്ട് 400. ക്ലിയർ? സെറ്റ് ഓഫ് ചെയ്യാം നമുക്ക്. ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി ഏതാ? IGST അല്ലേ? ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി ഏതാ? IGST ആണ്. ക്ലിയർ? IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം ചെയ്യേണ്ട ഇൻപുട്ട് ഏതാ? സ്വന്തം ഇൻപുട്ടായ IGST അല്ലേ? IGST ഇൻപുട്ട് ആണ് അല്ലേ? IGST ഇൻപുട്ട് എത്രയുണ്ട്? 800 അല്ലേ? 800 ആണ്. ആ 800 മൊത്തം ക്ലെയിം എടുക്കാമല്ലോ. 800 മൊത്തം ക്ലെയിം എടുത്തു. അപ്പോ IGST ഇൻപുട്ട് 800 മൊത്തം ക്ലെയിം എടുത്തപ്പോൾ IGST ഔട്ട്പുട്ട് എന്തായി മാറി? 0 ആയോ? ഇല്ല. IGST ഔട്ട്പുട്ടിൽ ബാലൻസ് 200 രൂപ എന്ത് ചെയ്യാനുണ്ട് അല്ലേ? IGST ഔട്ട്പുട്ടിൽ ബാലൻസ് 200 രൂപ ലയബിലിറ്റി ഉണ്ട്. IGST ഇൻപുട്ട് 0 ആയല്ലോ അല്ലേ? IGST ഇൻപുട്ട് 0 ആയി. ശരിയല്ലേ? ഓക്കെ, അപ്പോ ഈ IGST ഔട്ട്പുട്ട് IGST ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും വീണ്ടും IGST ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ റൂൾ പ്രകാരം CGST ഇൻപുട്ടും STST ഇൻപുട്ടും ക്ലെയിം എടുക്കാമെന്ന് പഠിച്ചു അല്ലേ? നമ്മൾ പഠിച്ചു. അതിൻ പ്രകാരം ഈ IGST ബാലൻസ് ഉള്ള 200 ലയബിലിറ്റി ഉണ്ടല്ലോ, അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നേരെ ഓടി എവിടെ വരും? നേരെ ഓടി CGST ഇൻപുട്ടിൽ വരും. ക്ലിയർ? CGST ഇൻപുട്ട് 400 രൂപ ഉണ്ടല്ലോ. അങ്ങനെ ആ IGST ലയബിലിറ്റി 200 രൂപ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നേരെ ഓടി എവിടെ വരും? CGST ഇൻപുട്ടിൽ വരും. പക്ഷേ CGST ഇൻപുട്ടിൽ IGST വരുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാ? നേരത്തെ പറഞ്ഞില്ലേ, IGSTയില് ഇൻപുട്ട് 0 ആകുമ്പോ IGST ഇൻപുട്ട് 0 ആകുന്ന നിമിഷം CGSTയും STST ഔട്ട്പുട്ടും അവരുടെ സ്വന്തം ഇൻപുട്ട് ക്ലെയിം പറഞ്ഞില്ലേ അല്ലേ? IGSTയിലെ ഇൻപുട്ട് നിൽക്കുമ്പോൾ CGST STST ഔട്ട്പുട്ടുകൾക്ക് സ്വന്തം ഇൻപുട്ട് തൊടാൻ പോലും അവകാശമില്ല. എന്നാൽ IGST ഇൻപുട്ട് 0 ആകുന്ന നിമിഷം ആ ഒരു ലോക്ക് മാറി കിട്ടുന്നു. IGST ഇൻപുട്ട് 0 ആകുന്ന നിമിഷം CGST ഔട്ട്പുട്ടും STST ഔട്ട്പുട്ടും അവർക്ക് ആവശ്യമുള്ള ഇൻപുട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ക്ലെയിം എടുക്കും. ക്ലിയർ? അവർക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ക്ലെയിം എടുക്കും. അപ്പോ എന്തായാലും CGST STST ഔട്ട്പുട്ട് 500 വീതമുണ്ട്. അവരുടെ സ്വന്തം ഇൻപുട്ട് 400 വീതമുള്ളത് അല്ലേ? അത് മൊത്തം ആവശ്യമുണ്ട്. ക്ലിയർ അല്ലേ? ആ മൊത്തം ഇൻപുട്ട് അവർക്ക് ആവശ്യമുണ്ട്. സോ എന്ത് ചെയ്യും? അവിടെ അത് ക്ലെയിം എടുത്ത് കാണുമല്ലോ, ക്ലെയിം എടുത്ത് കാണും. സോ അപ്പോ IGST ബാലൻസ് ഉള്ള 200 സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി CGSTയിലും STSTയിലും വരുമ്പോൾ അവർക്ക് അത് ക്ലെയിം ചെയ്യാൻ അവിടെ ഒന്നും ഉണ്ടാവത്തില്ല. കാര്യം എന്താ? അവിടെ ഉണ്ടായിരുന്ന 400 വീതം എന്ത് ചെയ്തു? ഇവരങ്ങ് ക്ലെയിം എടുക്കും. മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പൊ എന്താ ഇവിടുത്തെ സ്റ്റാറ്റസ് അവസാനം? 3 ഇൻപുട്ട് 0 ആയില്ലേ? 3 ഇൻപുട്ടും 0 ആയി അല്ലേ? 3 ഔട്ട്പുട്ടുകളിൽ IGST ഔട്ട്പുട്ടിൽ ഇവിടെ എത്ര അടയ്ക്കാനുണ്ട്? ഇവിടെ 200 രൂപ അടയ്ക്കാനുണ്ട് അല്ലേ? ക്ലെയിം എടുക്കാൻ വേറെ ഇൻപുട്ട് ഉണ്ടോ? ഇൻപുട്ട് വേറെ ഇല്ല. CGSTയും STSTയും ബാക്കി എത്ര ലയബിലിറ്റി ഉണ്ട്? 400 വീതം ക്ലെയിം എടുത്തു. ബാക്കി 100 വീതം എന്തുണ്ട്? ലയബിലിറ്റി CGSTയിലും STSTയിലും ഉണ്ട്. ക്ലിയർ അല്ലേ? IGSTയിൽ 200 രൂപ അടയ്ക്കാനുണ്ട്, CGST 100 രൂപ അടയ്ക്കാനുണ്ട്, STSTയും 100 രൂപ അടയ്ക്കാനുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ? ശരി. സോ നമുക്ക് ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. അത് നമുക്ക് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പവർ പോയിന്റ് സെൻഡ് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് വെക്കാം. ഈ പവർ പോയിന്റ് ഗ്രൂപ്പിൽ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഓപ്പൺ ചെയ്യുക. ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്,
സെൽഫായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇപ്പൊ നിങ്ങളെ അൺമ്യൂട്ട് ആക്കാം. ഇതുവരെ പറഞ്ഞ പോയിന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ആകാം, സ്വയം അൺമ്യൂട്ട് ആയി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, വിഷ്ണു സംശയം ഉണ്ടോ എന്തെങ്കിലും? സംശയമൊന്നുമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡെമോ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പവർ പോയിന്റ് അയച്ചു തരാം. ആ മൂന്നാമത്തെ എക്സാമ്പിൾ ചെയ്യുക. സംശയം വന്ന് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഡെമോ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്. Okay, sir. Thank you. Good night, sir. Okay, good night. Good night, sir. Okay, good night. Okay, sir. Thank you. Okay. Thanks, sir. Okay.